ഇന്ന് നമ്മോടൊത്തുള്ളത് നമ്മുടെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് കർണാടക സംഗീതത്തിലെ അതുല്യ പ്രതിഭയും പ്രശസ്ത കർണാടക സംഗീതജ്ഞനും അധ്യാപകനുള്ള ദേശീയ അവാർഡ് പുരസ്കാരം ലഭിച്ച സംഗീത സംവിധായകനായ രാഗരത്നം ശ്രീ മണ്ണൂർ രാജകുമാരൻ മാസ്റ്ററാണ്. അദ്ദേഹത്തെ ഞങ്ങൾ സ്നേഹത്തോടെയും ആദരവോടെയും വിളിക്കുന്നത് ഉണ്ണിയേട്ട എന്നാണ്. നമസ്കാരം ഉണ്ണിയേട്ട. അക്ഷരമരലുകൾ കലാസാഹിത്യ സാംസ്കാരിക വേദി, അതിലേക്ക് ഉണ്ണിയേട്ടനെ സ്വാഗതം ചെയ്യുന്നു. അക്ഷരമലരുകൾ കലാസാഹിത്യ വേദി 1200ഓളം അംഗങ്ങളുള്ള ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയാണ്. ഈ ഫേസ്ബുക്ക് കൂട്ടായ്മയിലെ പ്രശസ്തരായ സാഹിത്യ സാംസ്കാരിക നായകന്മാർ ഉൾക്കൊള്ളുന്ന ഒരു പേജ് ഉണ്ട്. സാഹിത്യകാരന്മാർ, സാംസ്കാരിക പ്രവർത്തകർ, വിവിധ കലകളിൽ പ്രവർത്തിക്കുന്ന അതുല്യ പ്രതിഭകൾ, ഇവരുമായിട്ടുള്ള അഭിമുഖങ്ങളും ചർച്ചകളും നിരന്തരം നടത്താറുണ്ട്. ഉണ്ണിയേട്ടനെ പോലെയുള്ള ഒരു സംഗീത പ്രതിഭയെ ഈ അക്ഷരമലരുകൾ എന്ന ഈ കലാസാഹിത്യ സാംസ്കാരിക വേദിയിലേക്ക് ലഭിച്ചതിൽ ഏറെ സന്തോഷിക്കുന്നുണ്ട്. കാരണം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് മണ്ണൂര് എന്ന കൊച്ചു ഗ്രാമത്തിൻ്റെ പേര് കേരളത്തിലെ അതുപോലെ പുറത്തും അറിയപ്പെടുന്നത് ഉണ്ണിയേട്ടനിലൂടെയാണ്. ഉണ്ണിയേട്ടൻ്റെ പേര് കൂടെയാണ് മണ്ണൂർ എന്ന കൊച്ചു ഗ്രാമം തന്നെ പുറത്തേക്ക് അറിയപ്പെടുന്നത്. ഞങ്ങളൊക്കെ പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ, എവിടെ പോയിട്ടുണ്ടെങ്കിലും എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചാൽ മണ്ണൂരിൽ നിന്നാണെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവർ ചോദിക്കും, മണ്ണൂർ രാജകുമാരനും അവരുടെ നാട്ടിൽ നിന്നല്ലേ ചോദിച്ചു. അത്രമാത്രം ഖ്യാതി ഉണ്ണിയേട്ടന് മണ്ണൂർ എന്ന സ്ഥലത്തിന്, ഈ സ്ഥലം നാമത്തിന് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഖ്യാതി ഉണ്ടായിട്ടുള്ളത് സംഗീതം എന്ന ഈ കലാരൂപത്തിൽ കൂടെയാണ്. ഉണ്ണിയേട്ടൻ്റെ ബാല്യകാലം, സംഗീത വിദ്യാഭ്യാസം, ചിട്ടയോടെയുള്ള സംഗീത പഠനം, അത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കണം. സന്തോഷം. ആദ്യമായിട്ട് എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന ശ്രീ മുരളി എൻ്റെ ഒരു സഹോദരൻ കൂടിയാണ്. കുടുംബബന്ധമുണ്ട്, രക്തബന്ധമുണ്ട്. അതൊരു സന്തോഷമായിട്ടുള്ള, ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. സംഗീതത്തിനെ കുറിച്ച് പറയുമ്പോൾ സംഗീതത്തിൻ്റെ ആദ്യ പാഠങ്ങൾ എനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ അമ്മയായ ചിന്നമണി നെയ്ത്തിയാരാണ്. അവർ ഒരുപാട് കാലം കർണാടക സംഗീതം പഠിച്ചിട്ടുണ്ട്. അതിന് പുറമെ ഒരു വൈണിക കൂടിയായിരുന്നു, വീണയും വായിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്കൊരു പഴയ പാരമ്പര്യമുള്ളതെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ മുത്തശ്ശി, അവരെ ഞാൻ കണ്ടിട്ടില്ല, അവർ കുഞ്ഞിക്കുട്ടി നേത്തിയാർന്നാണ് പേരെന്നാണ് എൻ്റെ ധാരണ. അവർ 32 വയസ്സിലൊക്കെ മരിച്ചുപോയി. ഈ 32 വയസ്സിൻ്റെ ഉള്ളിൽ അവർ വീണ, ഫ്ലൂട്ട്, നാഗസ്വരം, വായ്പ്പാട്ട് തുടങ്ങിയ വിവിധ കലകളിലും വായ്പ്പാട്ടിലും അതിപ്രഗത്ഭയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അന്ന് അതുപോലെ ഓപ്പർച്യൂണിറ്റീസൊന്നുമില്ല. പിന്നെ ജ്യോത്സ്യം, തർക്കം, വ്യാകരണം, അതിലും വലിയ പണ്ഡിതയായിരുന്നു എത്ര. അപ്പോൾ ഒരു പക്ഷേ അവിടുന്ന് മുഖാന്തരം, അതോ അതിൻ്റെ മുമ്പേ ഉണ്ടോ അറിയില്ല, ആ പാരമ്പര്യത്തിൽ നിന്നായിരിക്കാം ഞങ്ങൾക്കെല്ലാം ഈ സംഗീത വാസന ഉണ്ടായിട്ടുണ്ടാവുക എന്ന് തോന്നുന്നു. എൻ്റെ ബാല്യകാലം എന്ന് പറഞ്ഞാൽ, ഞാൻ ജനിച്ചത് മണ്ണൂരാണെങ്കിലും എൻ്റെ 5ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം പുലാപ്പറ്റ അച്ഛൻ്റെ തറവാട്ടിലായിരുന്നു. അച്ഛൻ പുലാപ്പറ്റ കോട്ടയിലെ രാമവർമ്മൻ തമ്മൻ എന്നാണ് പേര്. അച്ഛനും അമ്മ ഇന്നില്ല. അപ്പോൾ അവിടെ 5ാം ക്ലാസ് വരെ പഠിച്ച് എനിക്കൊരു ചെറിയമ്മ ഉണ്ടായിരുന്നു. അവർ 27 വയസ്സിൽ മരിച്ചുപോയി. അപ്പോൾ സ്ത്രീ പ്രജയായിട്ട് എൻ്റെ അമ്മ മാത്രമേ തറവാട്ടിലുള്ളൂ. അപ്പോൾ ഇങ്ങോട്ട് വരാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെയാണ്, എനിക്കന്ന് 10 വയസ്സാകുണ്ടാവും, അത്രയേ ഉള്ളൂ, ഇവിടെ മണ്ണൂരെത്തിയത്. ഇവിടെ എത്തിയിട്ട് അമ്മ ഈ സ്കൂൾ പഠനത്തോടൊപ്പം തന്നെ
സംഗീതവും പറഞ്ഞു തന്നു. എനിക്ക് അനുജത്തി സുകുമാരി എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, സംഗീതം പറഞ്ഞു തന്നു. അപ്പോൾ അച്ഛൻ്റെ താല്പര്യമാണ് അമ്മയെക്കാട്ടിലും കൂടുതലെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അച്ഛന് സംഗീതം പഠിക്കാൻ വളരെ മോഹമായിരുന്നു, പക്ഷേ അന്ന് ആ സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛന് മോഹമായിരുന്നു ഞാൻ കല്യാണം കഴിക്കുകയാണെങ്കിൽ സംഗീതം പാടുന്ന, സംഗീതം അറിയുന്ന, ഈ പാടിയില്ലെങ്കിൽ വിരോധമില്ല, സംഗീതം അറിയുന്ന ഒരു കുട്ടിയെ കിട്ടിയാൽ കൊള്ളാമെന്ന് മോഹമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ ഏഷ്യാനെറ്റിലൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് ബ്രോക്കേഴ്സ് ഇങ്ങനെ അല്ലെങ്കിലും വേറെ തരത്തിലാണ്. അപ്പോൾ അച്ഛൻ്റെ ഒരു കാര്യസ്ഥനുണ്ട്, അച്യുതൻ നായർ. അച്യുതൻ നായരുടെ കയ്യിൽ ഈ അമ്മയുടെ പ്രപ്പോസൽ വന്നപ്പോൾ ഒരു കുറിപ്പ് കൊടുത്തയച്ചു, ഇതും അറിയുമോ നോക്കാൻ പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ രാമാനീയട എന്ന കരകരപ്രിയ രാഗ കീർത്തനം അറിയുമോ, അച്ഛൻ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ത്യാഗരാജ കീർത്തനമാണ്, അറിയുമോന്ന് അതാണ് കുറിപ്പുള്ളത്. അപ്പോൾ അമ്മാവിയുണ്ട്, നമ്മുടെ മൂത്തയേട്ടൻ, അവരാണ് കാര്യങ്ങളൊക്കെ നോക്കണത്. അങ്ങനെ അമ്മാവിടെ കൈ കൊണ്ടു കൊടുത്തു, ഇതും കൂടി തരാൻ പറഞ്ഞിട്ടുണ്ട് തമ്പുരാന്ന് പറഞ്ഞു. അപ്പോൾ അമ്മാവ ചിരിച്ചു അത്രേ, ഓ ഇതറിയും. അവരോട് കൊണ്ടു കൊടുത്തു. അച്ഛൻ വന്നു. അച്ഛൻ വന്നിട്ട് അമ്മാവയോട് പറഞ്ഞു, കുട്ടി എങ്ങനെ ആയിക്കോട്ടെ ഞാൻ കണ്ടിട്ടില്ല, കാക്ക കുറത്തിയായാലും വിരോധമില്ല, ഈ പാട്ട് സംഗീതം അറിയുന്നുള്ളത് തന്നെ വലിയ പ്ലസ് പോയിന്റായി. അതിന് പുറമെ ഈ പാട്ട് കൂടി പാടാൻ സാധിക്കില്ലേ, ഇനി ഒന്നും നോക്കണ്ട, അവരെ വിളിച്ചിട്ട് ഈ പാട്ടൊന്ന് പാടാൻ പറയൂ, ഇത്രയും വേണ്ടുപോകും. അങ്ങനെ അമ്മയും ചെറിയമ്മ, അന്ന് ചെറിയമ്മയുണ്ട്, ചെറിയമ്മയും അമ്മയും പാട്ട് പാടി രാമാനീയട. പിന്നെ ഒന്നും ആലോചിച്ചില്ല, അതൊന്ന് എഴുതിത്തരാൻ പറഞ്ഞു കടലാസിൽ അച്ഛൻ മൂളാൻ വേണ്ടിയിട്ട്. അച്ഛൻ പുല്ലാങ്കുഴൽ വായിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കല്യാണം കഴിച്ചിട്ട് വന്നു. അപ്പോൾ അച്ഛൻ്റെയും വലിയ മോഹമായിരുന്നു മക്കളെ പാട്ട് പഠിപ്പിക്കണം, വേറെ ഒന്നുമില്ലെങ്കിലും പാട്ട് പഠിപ്പിക്കണം. ഞങ്ങളോട് പറയും ഒന്നുമില്ല വിചാരിക്കുക, എല്ലാം പോയി, കയ്യിലത്തെല്ലാം പോയാലും നന്നായി പാടാൻ സാധിക്കെങ്കിൽ തെരുവ് പോയി പാട്ട് പാടിയാൽ, അന്ന് 10 പൈസയൊക്കെയാണ് വരുന്നത്, 10 പൈസ തരണോടത്ത് ചിലപ്പോൾ ഒരു 50 പൈസയോ അല്ലെങ്കിൽ 20 പൈസയോ 30 പൈസയൊക്കെ തന്നു എന്ന് വന്നേക്കാം, എങ്ങനെയെങ്കിലും ജീവിക്കാം, സംഗീതം പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ ആദ്യത്തെ പഠനം കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ വെള്ളിനേഴി സുബ്രഹ്മണ്യ ഭാഗവതരെ പറഞ്ഞൊരു വലിയ ഭാഗവതർ പത്തിരിപ്പാൽ ഹൈസ്കൂളിൽ സംഗീത അധ്യാപകനായിട്ട് വന്നു. അപ്പോൾ അച്ഛൻ അന്വേഷിച്ചറിഞ്ഞിട്ട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ താമസിക്കാം, ബ്രാഹ്മണരാണ് അവിടെ വെക്കാനൊക്കെ, ഭക്ഷണം പാകം ചെയ്യാൻ, അവിടെ എല്ലാ സൗകര്യവും ചെയ്യാം, കുട്ടികളെ ഒന്ന് പാട്ട് പഠിപ്പിക്കണം. ഇനി ഞാനും സുകുമാരിയാണെന്നുള്ളത് മൂത്തത്. അങ്ങനെ ഭാഗവതര് ഒരു 8-10 കൊല്ലം ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു 6ാം ക്ലാസ് മുതലൊക്കെ പഠിക്കാൻ തുടങ്ങി. അങ്ങനെ പഠിച്ച് അത് കോളേജിൽ എത്ര വരെയും പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതിൻ്റെ അപ്പുറത്തൊരു വീണ പഠിക്കണമെന്ന് ഒരു മോഹമായി. വീണ മുതശ്ശി വായിച്ചിരുന്നു, അമ്മയും വായിക്കും. അതിനാരെയും വേണ്ട വെച്ചാൽ അതും അമ്മ ആദ്യത്തെ പാഠങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ വീണ വളരെ ഡിഫിക്കൽട്ടായിട്ടൊരു ബുദ്ധിമുട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഭാഗവതർ പറഞ്ഞു, സുബ്രഹ്മണ്യ ഭാഗവതർ പറഞ്ഞു, ദേശമംഗലം വെങ്കടേശ്വര ഭാഗവതരെ ഒരു വലിയ സംഗീത വിദ്വാൻ, വൈദിക വിദ്വാനുണ്ട്, അദ്ദേഹത്തിനെ കിട്ടുമോ നോക്കാം. പക്ഷെ അദ്ദേഹം ഒരു വളരെ ദേഷ്യമുള്ള മനുഷ്യനാണ്, പെട്ടെന്ന് ആളായിട്ടൊന്നും ഇണങ്ങില്ല. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീണ വായന ടാഗോർ കേട്ടു, എവിടെ ശാന്തിനികേതനിൽ, അവിടെ കേട്ടു. അവിടെ അദ്ദേഹം പോയിരുന്നു പ്രോഗ്രാമിന്. ഓൾ ഇന്ത്യ ലെവലിൽ ഫേമസ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ കട്ടാവുന്നില്ല, മുഷിഞ്ഞൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ ടാഗോർ എന്ന് പറഞ്ഞത് കുറച്ച് ബിലാവൽ വായിക്കാൻ, ടാഗോർ നല്ല സംഗീത വിദ്വാനാണ്, ബിലാവൽ വായിക്കാൻ പറ്റുമോ ചോദിച്ചു. ബിലാവൽ എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിലത്തെ ഒരു രാഗമാണ്. അതിന് കർണാടക സംഗീതത്തിൽ ശങ്കരാഭരണം എന്ന് പറയും. നമ്മുടെ കർണാടക സംഗീതത്തിൽ ശങ്കരാഭരണമാണ് ബിലാവൽ. അപ്പോൾ അദ്ദേഹം അത് വായിച്ചപ്പോൾ വളരെ സന്തോഷമായിട്ട് ടാഗോറിൻ്റെ കയ്യിലുള്ള മോതിരം ഊരി കൊടുത്തു എന്നാണ് ഐതിഹ്യം. അപ്പോൾ അദ്ദേഹത്തിനെ പോയി കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ അങ്ങനെയൊന്നും വരില്ല, എനിക്കൊന്നും പറ്റില്ല, കുട്ടികളൊക്കെ ഒന്നും വീണ പഠിപ്പിക്കലല്ല എൻ്റെ തൊഴിൽ എന്നൊക്കെ പറഞ്ഞാൽ. അപ്പോൾ ഭാഗവതർ ക്ഷമയോട് കൂടി കേട്ടു. അത് സുബ്രഹ്മണ്യ ഭാഗവതർ പിടിച്ചു കൊടുന്നു എന്നോട് തോടി രാഗത്തിൽ വായിക്കാൻ തുടങ്ങും. തോടി രാഗം എന്ന് പറഞ്ഞാൽ ഈ വീണയിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള രാഗമാണ്, ഗമകാണ് മുഴുവനും, മറ്റേ മോഹനം വായിക്കണ പോലെയല്ല. അപ്പോൾ അത് വായിച്ചു. ഞാൻ കുറച്ച് വായിച്ചപ്പോൾ സന്തോഷമായി. അപ്പോൾ ഇയാൾ നന്നായി വായിക്കുമല്ലോ, നന്നാവും, നേരാവും, ഞാൻ പഠിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു 5-6 കൊല്ലം 7 കൊല്ലം ഉണ്ടാവില്ല പഠിപ്പിച്ചു. അങ്ങനെയാണ് സംഗീതത്തിൻ്റെ, അതിൻ്റെ ഒപ്പം സ്കൂളിലത്തെ പഠനവും തുടർന്നു. ഇങ്ങനെയൊക്കെയാണ് ആദ്യത്തെ ഉണ്ടായത്. ഈ കർണാടക സംഗീതത്തിലും അതുപോലെ ചലച്ചിത്ര പിന്നണി ഗാനങ്ങളിലും വ്യാപരിക്കുമ്പോൾ തന്നെ അധ്യാപന ജീവിതത്തിലും ഒരുപോലെ
തിളങ്ങി നിന്നിരുന്നല്ലോ. ഇത് രണ്ടും സമന്വയിച്ച് കൊണ്ടുപോകാൻ ഉള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പ്രധാന വെല്ലുവിളികളായിട്ട് എന്തെങ്കിലും നേരിട്ടുണ്ടായിരുന്നോ? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഒരു തരത്തിൽ പരസ്പര പൂരകങ്ങളാണ് ഈ അധ്യാപനവും സംഗീതവും അങ്ങനെയുള്ള കാര്യങ്ങളെന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഈ സംഗീതം നമ്മൾ പാടുന്ന പോലെ തന്നെ കുട്ടികൾക്ക് 2 അക്ഷരം പറഞ്ഞു കൊടുത്ത് അവരുടെ ശ്രദ്ധ നമ്മിലേക്ക് എത്തിക്കുക, അവർക്കത് മനസ്സിലാക്കി കൊടുക്കുക എന്ന് പറയുന്നത് വേറൊരു തരത്തിലുള്ള ആർട്ടാണ്. ഈ ആർട്ടിൻ്റെ പല ബ്രാഞ്ചസും ഉണ്ടല്ലോ. അതുപോലെ ഇത് നമ്മൾ പാടുന്നു, രാഗങ്ങൾ മനസ്സിൽ വെച്ചിട്ട് രാഗങ്ങളുടെ ആരോഹണാവരോഹണ ക്രമം അനുസരിച്ച് പാടുന്നു. മറ്റേത് നമ്മുടെ ഉള്ളിലുള്ള ആ വിഷയത്തിനെക്കുറിച്ചുള്ള അവഗാഹം, നോളജ് എന്താ വെച്ചാൽ അത് ഈ മുമ്പിലിരിക്കണ കുട്ടികളുടെ അവർക്ക് പറ്റുന്ന തരത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിൽ കാര്യമായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് മാത്രമല്ല, പല ക്ലാസ്സിലും ഇപ്പോൾ ചില ക്ലാസ്സിലൊക്കെ 10C എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടായിരുന്നു. ക്ലാസ്സിൻ്റെ പേര് പറയല്ല. അവിടെ എനിക്ക് സെലക്ട് ചെയ്ത് തരുന്ന കുട്ടികളെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്നും പറ്റാത്ത തനി ഇതായിട്ടുള്ള 10A B ഒക്കെ നല്ല നല്ല കുട്ടികളുണ്ടാവും. 10C എന്നൊക്കെ ആകുമ്പോൾ പോരാ ക്ലാസ് ചെയ്യും. അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ അവരുടെ കെറ്റുപോലുണ്ടായി ആ 10Cക്കാരുടെ സന്തോഷം സഹിക്കുക ചെയ്യേണ്ട നല്ല പൊസിഷനിലെത്തിയുള്ളവരുണ്ട്. അല്ല ഞാൻ പറയുക. അപ്പോൾ അങ്ങനത്തെവർക്ക് നമ്മൾ ഈ കെമിസ്ട്രി ഇംഗ്ലീഷൊക്കെ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ അറ്റൻഷൻ കിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ, നാളേക്ക് ഞാൻ ഈ പറഞ്ഞു തരണം, ഞാൻ നാളെ 3-4 ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യങ്ങൾ വ്യക്തമായിട്ട് ഒരു 70% കുട്ടികളെങ്കിലും പറഞ്ഞാൽ നാളെ ഞാനൊരു പാട്ട് പാടിത്തരാമെന്ന് പറയും. സന്തോഷമായി ഒരു പാട്ട് കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. അല്ലെങ്കിൽ ഒരു കഥ പറഞ്ഞു തരാമെന്ന് പറയും. ഏതായാലും ഒരു 2 ഇഷ്ടമാണ്. അപ്പോൾ ഇത് കെയർ ഓഫിൽ കുറച്ചെങ്കിലും പഠിക്കാത്ത ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പഠിച്ചു വരും, മുഴുവായിട്ടല്ല. അപ്പോൾ സംഗീതം അത്തരത്തിലും കൂടി ടീച്ചിങ്ങിന് നമുക്കൊരു ഒരു ഉപകാരമായി ഉപകാരമായി. അങ്ങനെ രണ്ടും കൂടി പരസ്പര പൂരകങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം രണ്ടും നല്ല വഴിക്കും നല്ല ആൾക്കാരെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള നമ്മൾ ചെയ്യണത് അത്രയും. ശാസ്ത്രീയ സംഗീതത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ചലച്ചിത്ര പിന്നണി ഗാന രംഗത്തേക്ക് മാറി മാറ്റങ്ങളുണ്ടായല്ലോ. രണ്ടിലും ഒരുപോലെ തിളങ്ങുകയുണ്ടായല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഒരു അതിന് പ്രത്യേക എന്തെങ്കിലും കാരണമുണ്ടായിരുന്നോ? അത് സാഹചര്യം എങ്ങനെയായിരുന്നു അതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു സാഹചര്യം, അതിലത്തെ അനുഭവങ്ങളൊക്കെ? അതായത് അതിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാണ്ട് സംഭവിച്ചൊരു സംഗതിയാണ്. എന്ന് പറഞ്ഞാൽ 1974 അവസാനമോ 75 എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇവിടെ തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിൽ ഒരു ഭക്തിഗാനമേളയുണ്ടായിരുന്നു. അതിൽ ലീല ചേച്ചി, പി ലീല, ഞാൻ, നെയ്യാറ്റിൻകര വാസുദേവൻ, സുധാവർമ്മ, അങ്ങനെ കുറേ വിദ്വാൻമാർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്ത് ശ്രീകുമാരൻ തമ്പിയാണ്. അപ്പോഴത്തെ എല്ലാം ഉണ്ടല്ലോ അദ്ദേഹത്തിന്. ഗാനരചനയുണ്ട്, സംഗീതമുണ്ട്, സംഗീത സംവിധാനമുണ്ട്, പിന്നെ കവിത എല്ലാം ഉണ്ടല്ലോ. അദ്ദേഹമാണ് ഉദ്ഘാടനം. അപ്പോൾ അന്ന് ഞാൻ പാടിയത്, അദ്ദേഹത്തിനെ അന്ന് ആദ്യം കാണുന്നതാണ്. അന്ന് ഞാൻ ആദ്യം അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് പാടിയത് സത്യശിവ സൗന്ദര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള സത്യശിവ സൗന്ദര്യങ്ങൾ സത്യശിവ സൗന്ദര്യങ്ങൾ അവർ പാട്ടുണ്ടല്ലോ കുമാരസംഭവത്തിൽ. അതാ പാടി, മുഴുവൻ പാടുന്നില്ല, സമയക്കുറവുണ്ട്. അത് പാടി. അത് കഴിഞ്ഞിട്ട് ഈ രാധിക കൃഷ്ണ ഇന്ന് പാടുന്നതിൻ്റെ അതേ രാഗം തന്നെ, പക്ഷെ കുറച്ച് വ്യത്യാസമായിട്ട് ലീല ചേച്ചിയുടെ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു, അതിൽ പാടി. ഏതാണ്ട് ഇതിൻ്റെ അടുത്ത് വരും, അത്രയേ ഉള്ളൂ. ഇപ്പോൾ പാടുന്ന പോലെയല്ല. ഇത് രണ്ടും കഴിഞ്ഞിട്ട് ഫംഗ്ഷൻ കഴിഞ്ഞപ്പോൾ ശ്രീകുമാരൻ തമ്പി ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മകൻ്റെ പേരും താങ്കളുടെ പേരും ഒന്ന് തന്നെയാണ്, രാജകുമാരൻ എന്നാണ് പേര്. അതുകൊണ്ട് മാത്രമല്ല എനിക്ക് വളരെ ഇഷ്ടമായി പാടിയത്. ഞാൻ എന്തെങ്കിലും ഒരു സിനിമ എടുക്കാമെന്ന് പറഞ്ഞാൽ പാടാൻ വരുമോ ചോദിച്ചു. അപ്പോൾ വരാനോ, തീർച്ചയായിട്ടും വരാം, അതൊരു സന്തോഷമല്ലേ. അത് കഴിഞ്ഞ് അങ്ങനെ വിട്ടു. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ ഗുരുവായൂർ ചെമ്പൈ ഉത്സവം നടക്കാതെ, ചെമ്പൈ മരിച്ചു, ഭാഗവതി മരിച്ചു, ഒരു കൊല്ലത്തെ ആയിട്ടുള്ളൂ. അവിടെ ഇരിക്കുമ്പോൾ അച്ഛൻ എന്നോടത്ത് പറഞ്ഞു, ഒരാളെ അയച്ചിരുന്നു, ഒരു ടെലഗ്രാം വന്നിട്ടുണ്ട്, അന്ന് ഫോണൊന്നുമില്ല. അപ്പോൾ എന്നോട് എഴുതിയിരിക്കാൻ ശ്രീകുമാരൻ തമ്പിയാണ് അടിച്ചെന്ന്, മീറ്റ് മീ ഇമ്മീഡിയറ്റ്ലി അറ്റ് മൈ മദ്രാസ് ഓഫീസ് പറഞ്ഞൊരു ടെലഗ്രാം. അത് കിട്ടിയാണോ? അപ്പോൾ ഞാൻ ചിലപ്പോൾ എന്തായിരിക്കും അറിയില്ല, ഏതായാലും പോക്കളയാം
എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് രാത്രിയോ പിന്നെ അതോ പിറ്റേ ദിവസം ഓർമ്മയില്ല മദ്രാസിലേക്ക് പോയി. അവിടെ എത്തി ഇദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി. അണ്ണാന്ന് ഇത് എഞ്ചിനീയറാണല്ലോ. അവിടെ പോയി. അവിടെ പോയപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ വിളിച്ചത് വേറൊന്നുമല്ല, ഞാനൊരു സിനിമ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിൽ അന്ന് വിഷുക്കൈ നേട്ടമെന്നാണ് പേര്, പിന്നെ മോഹിനിയാട്ടമാണ്. അതിൽ ഉണ്ണിയെ കൊണ്ടൊന്നും പാടിക്കണമെന്നുണ്ട്. പക്ഷേ ബുദ്ധിമുട്ട് അവിടെ ഒന്നും അല്ല. ഇതിൻ്റെ സംഗീത സംവിധായകൻ ദേവരാജൻ മാഷാണ്. അദ്ദേഹം ഒരു വ്യാഘ്രമാണ്, നരിയോജൻ മനുഷ്യനാണ്. ഒരു വിധം ആൾക്കാരെ സമ്മതിക്കില്ല. എല്ലാ പേശ്വാസ് പറയും പാടാച്ചാൽ ഒരുപാട് സമ്മതിക്കില്ല. അദ്ദേഹത്തിന് ബോധ്യായ മാത്രമാണ് അദ്ദേഹം, അല്ലെങ്കിൽ മുഖത്ത് നോക്കി പറയില്ല പൊക്കോളാൻ പറയും. അപ്പോൾ അഥവാ ഞാനിപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോണത്, കാന്തർ നഗറിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക്. അവിടെ പോയിട്ട് അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാകുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അയ്യോ തമ്പിച്ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ വന്നതാണ്, അല്ലാണ്ട് ഞാനത് ആഗ്രഹിച്ച് വന്നതൊന്നുമല്ല. ആഗ്രഹമില്ല, പക്ഷെ അതിപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ മടങ്ങി പോകാൻ അത്രയേ ഉള്ളൂ. അദ്ദേഹം ഞാൻ പോവാ, കാറിൽ പോകാൻ പറഞ്ഞിട്ട് ഒരു സന്ധ്യ സമയത്ത് മാഷയുടെ വീട്ടിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അന്നത്തെ പോലെ ബിറ്റായിട്ട് റെക്കോർഡിംഗ് അല്ല, മുഴുവനും പാടണം. അപ്പോൾ മാഷ അവിടെ ഒരു ഹാർമോണിയായിട്ട് ഇരിക്കുന്നുണ്ട്, ഒരു പഴയ ഷർട്ടുമായിട്ട്. ഇയാളാണ് വന്നതല്ലേ, ഇയാളെയാണ് തമ്പി പറഞ്ഞതല്ലേ, ഇങ്ങനെ സംഭവം. അപ്പോൾ എൻ്റെ അടുത്ത് ജയചന്ദ്രൻ ഇരിക്കുന്നുണ്ട് ഒരു പാട്ട് പഠിക്കാൻ, അപ്പുറത്ത് മാധുരി ഇരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ 3 ട്യൂണ് ഡിഫറെൻറ്റ് ട്യൂണ് 3 ആൾക്കും പറഞ്ഞു കൊടുക്കുകയാണ് ഒറ്റ ടൈമിൽ. അദ്ദേഹം 3 ട്യൂൺ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് അപ്പോൾ എന്നോട് പറഞ്ഞു, ഒരു പാട്ട് പാടും. അപ്പോൾ ഞാൻ പാടിയത് പുഷ്പാഭരണം വസന്തദേവൻ്റെ തിരുവാഭരണോ, ഈ ഒരു പാട്ടാണ് പാടിയത്. ഈ പാട്ട് പാടിയപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടില്ല, ഒരു അക്ഷരം മിണ്ടില്ല. ഹാർമോണിയം വെച്ച് ഇങ്ങനെ ഉണ്ടാതിരിക്കുക. നന്നാന്നോ ചീത്തയൊന്നും പറയില്ല. തലവേദന തലതാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ തമ്പി ഇത് പറഞ്ഞു, ഇത് തമ്പിയുടെ പാട്ടാണ് ശ്രീമാൻ. എന്നോട് ചെവിയിൽ വന്നു, എൻ്റെ പാട്ട് പാടണ്ട, എൻ്റെ പാട്ട് പാടിയാൽ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെയൊക്കെ ഉണ്ട്. മാഷ് ട്യൂൺ ചെയ്ത ചക്രവർത്തിനി പാടിക്കൂടെ ചോദിച്ചു. അറിയില്ല ചോദിച്ചു. ആ മാഷ് അദ്ദേഹം ചക്രവർത്തിനി പാടിയാൽ മതി ചോദിച്ചു. ഇയാൾ എന്തെങ്കിലും പാടട്ടെ, അങ്ങനെയൊക്കെ ഒരു ഡിസ്കറേജിങ് ആണ്. ചക്രവർത്തിനി നിനക്കു ഞാനെൻ്റെ ശില്പഗോപുരം തുറന്നു പാടി. അത് പാടി അല്ലെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോഴൊന്നും മിണ്ടില്ല, ഒന്നും മിണ്ടില്ല. അപ്പോൾ ഇയാൾ ഒരാഴ്ച 10 ദിവസമൊക്കെ ഇവിടെ നിൽക്കേണ്ടി വരും. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ, ഡിസ്കറേജിങ് ആയിട്ടായിരിക്കും. അപ്പോൾ തമ്പി പറഞ്ഞു, ഒരു ബുദ്ധിമുട്ടും വരില്ല, മാഷ എപ്പോഴാണ് വരണ്ട വെച്ചാൽ ഇവിടെ ഞാൻ കൊണ്ടുവന്നാക്കാം. എൻ്റെ സിനിമയാണ്, അതിൽ ഇദ്ദേഹത്തിനെ കൊണ്ടൊന്ന് പാടിക്കണമെന്ന്. അത് മാത്രം പോരാ, നാളെ സ്റ്റുഡിയോയിൽ പോയിട്ട് അവിടെ വോയിസ് ശരിയാണോ എന്നുള്ളത് അവർ പറയണം, എന്നാലേ പറ്റൂ. ഇങ്ങനെയൊക്കെ ഒരു അത് ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം, വിരോധമില്ല, തീർച്ചയായിട്ടും വരാം, പിന്നെ വിരോധമില്ല എന്ന ഒരു കാര്യം ചെയ്യാം. അവരുടെ ഈ രാധികാകൃഷ്ണ അപ്പം പാടുന്നതിൻ്റെ ട്യൂണ് അത് ഞാൻ ലിറിക്ക് നോക്കി. ലിറിക്ക് പി ലീല ചേച്ചിയുടെ പുസ്തകം കൊണ്ടുവന്നു. ഈ രാധിക കൃഷ്ണ രാധിക തവ വിരഹേ കേശവ പാടി. കുറച്ച് ആ പല്ലവി പഠിത്തം, പല്ലവി പാടിയിട്ടിട്ട് പറഞ്ഞു, ഇത് അപ്പുറത്തെ മുറിയുണ്ട്, ഇയാൾ അങ്ങോട്ട് പോയിട്ട് അതൊന്ന് പഠിച്ചു വാ, അപ്പോഴേക്ക് അനുവല്ലവി ഞാൻ നോക്കാമെന്ന് പറഞ്ഞു. അതവിടെ വെച്ചു. ജയന്തനോട്, നീ ഇങ്ങനെ കുറച്ചും കൂടെ അടുത്തിരിക്കേ, നീ എന്താ അങ്ങനെ ഈ ജാള്യത പോയിരിക്കുക, അങ്ങോട്ട് അടുത്തിരിക്കേ പറഞ്ഞു. അപ്പോൾ ജയന്തൻ്റെ എന്നോട് അതിനിടയ്ക്ക് പറഞ്ഞ അസലയും പാടിയിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് എന്താ തോന്നുന്നത്. അപ്പോൾ ജയന്തൻ വന്നിട്ട് ഇയാൾക്ക് ഏതാ പാട്ടാ തമ്പി ചോദിച്ചു. അപ്പം തമ്പി പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്തിട്ട് കൊടുത്തു. അതാണ് അദ്ദേഹത്തിൻ്റെ ജീനിയസ്, ദേവരായ മാഷ. അതൊന്നും നോക്കി, ഒറ്റ പ്രാവശ്യം നോക്കിയുള്ളൂ. എന്നിട്ട് ഹാർമോണിയം ഇങ്ങോട്ട് വെച്ചു. ഹൃദയേശ്വരി നിന്നെടുവീർപ്പിൽ ഞാനൊരു മധുര സംഗീതം കേട്ടു, പ്രണയത്തിൻ രാഗലാപനമായ സുഗമ സംഗീതം കേട്ടു ഹൃദയേശ്വരി. അപ്പം ഉണ്ടാക്കിയതാണ്, ആ ഓൺ ദ സ്പോട്ട് ട്യൂൺ ഉണ്ടാക്കിയതാണ്. എന്നിട്ട് അത് പല്ലി പറഞ്ഞിടത്ത് ഇയാളോടവിടെ പോയിട്ട് പഠിച്ചു വരാൻ പറഞ്ഞു. അപ്പം എൻ്റെ രാധികാകൃഷ്ണനാണ് ആദ്യം പറഞ്ഞത്. അത് കഴിഞ്ഞ് മാധുരിക്ക് ഏതാ പറഞ്ഞു കൊടുത്ത് എനിക്ക് ഓർമ്മയില്ല, അതൊരു പാട്ട് പറഞ്ഞു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു. അയാൾ ആദ്യം പറഞ്ഞൊന്ന് ചെല്ലിക്കാൻ. എന്നിട്ട് ഞാൻ ചെല്ലി. അപ്പോഴും നന്നാന്നോ ചീത്തയൊന്നും പറഞ്ഞില്ല. പിന്നെ പറഞ്ഞു, അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, ശ്വസിത പവനമനുപമ പരിണാഹം ചെല്ലാൻ പറഞ്ഞു. ആ
അനുവലി ചൊല്ലി കൊടുത്തു. അത് ഇതുപോലെ തന്നെ ചൊല്ലി. അങ്ങനെ പിന്നത്തെ ശരണവും പറഞ്ഞു കൊടുത്തു, അത് ചൊല്ലി. അങ്ങനെ 10-12 ദിവസം അവിടെ അല്ല, പിറ്റേ ദിവസം അങ്ങോട്ട് പോയി റെക്കോർഡിങ് സ്റ്റുഡിയോയ്ക്ക് പോകണ്ട. അപ്പം ഞാനിങ്ങനെ എന്താ തമ്പിച്ചേട്ട വേണ്ടത്, അദ്ദേഹം വലുത് പോവാ സാരില്ല എന്ന്, അഥവാ ഇല്ല വെച്ചാൽ നമുക്കൊക്കെ നോക്കാൻ. അപ്പം അത്രയും ഇഷ്ടമായില്ല, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങോട്ട് വരാൻ പറയില്ല എന്ന് പറഞ്ഞു. അവിടെ എത്തിയിട്ട് ഒരു തബല തന്നു. തബല തന്നിട്ട് ഈ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പം ഞാൻ അന്ന് പാടിയത് ഈ ശിശിരരഥത്തിൽ ശിരീഷ സുമങ്ങളിൽ ശീതള നീല ദിനാന്തരങ്ങളിൽ ശ്വേത പദ്മ പരാഗമണിയൻ ദേവിയുണർന്നീ നവരാവുകളിൽ. ഇത് ഞാൻ ട്യൂൺ ചെയ്ത് തന്നെയാണ്. നരേന്ദ്രമേനോൻ റൈറ്റ്സാണ്, കിട്ടി നരേന്ദ്രമേനോൻ ആദ്യം ഉണ്ടായി. അപ്പോൾ ഇത് തബല, ഒരാൾ തബല ഫോളോ ചെയ്തു. ഇത് പാടിക്കഴിഞ്ഞില്ല. അപ്പോൾ തന്നെ റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്ത് പറഞ്ഞു, ഭരണി സ്റ്റുഡിയോയൊക്കെയാണ്. അസലായിട്ടുണ്ട്, മൈക്രോഫോണിക്കായിട്ടുള്ള ശബ്ദം ക്ലീനായിട്ടുണ്ട്, മൈക്രോഫോണിന് ഏറ്റവും ഫിറ്റാണ്. അപ്പോൾ പിന്നെ മാഷിന് പിന്നെ ഒന്നും ഇതിനപ്പുറം പറയാൻ റെക്കോർഡ് അയാളല്ലേ പറയേണ്ടത്. അപ്പോൾ ഇപ്പം തമ്പി പറയുന്ന ഇപ്പം മാഷെ ഇനിയിപ്പോൾ ഓക്കെ ഇല്ല ഇതേ ആയിക്കോളെ, കുറച്ച് 10-12 ദിവസമൊക്കെ ഇവിടെ നിൽക്കേണ്ടി വരും. അതൊക്കെ നിൽക്കാം മാഷ, അതൊന്നും ബുദ്ധിമുട്ടാണ്. ശരി എന്നാൽ വൈകുന്നേരം വാ. അങ്ങനെയാണ് അത് കിട്ടിയത്. പിന്നെ ഒരു 10 ദിവസം അവിടെ വേണ്ടി വന്നു. അങ്ങനെ അദ്ദേഹത്തിന് മുന്നിൽ വെച്ച് പാടി. അങ്ങനെയാണ് ഈ പാട്ട് വന്നത്. പിന്നെ ഒന്നും കൂടി തന്നു തമ്പി ഒരു മാസമുള്ള അർജുനൻ മാഷിന്റെ മ്യൂസിക്. അദ്ദേഹത്തിന് ഇങ്ങനത്തെ കർക്കശമൊന്നും ഇല്ല കേട്ടോ. ജയിക്കാനായി അള്ളാവിൻ തിരുസഭയെ കണക്കു കാണിക്കുവാൻ എല്ലാവരും ചെല്ലേണം ഇന്നോ നാളെയോ. അണിചിത്രമണിമേട കണ്ടു നീ മയങ്ങൊല്ലേ, ആലം ഉടയോനേ മറന്നിടല്ലേ. അതെ, കവാലി. നസീറും ബാസിയാണ് ആക്ട് ചെയ്തിട്ടുള്ള പാടും. ഞാൻ ജോളി എബ്രഹാം കൂടെ പാടിയത്. അപ്പോൾ അതിൽ അർജുന ഭാഷയ്ക്ക് ഇങ്ങനത്തെ സ്ട്രിക്ട്നെസ് ഒന്നുമില്ല കേട്ടോ. അദ്ദേഹം റെക്കോർഡ് ചെയ്ത് തന്നു. ഇനി നിങ്ങളൊക്കെ സംഗീതം പഠിച്ച ആൾക്കാരല്ലേ, ഞാനൊക്കെ എന്താ പറഞ്ഞു തരുന്നത്, ധൈര്യമായിട്ട് പാടിക്കൊള്ളൂ, മനസ്സിന് സമാധാനം കിട്ടി. അങ്ങനെയാണ് കിട്ടിയത്. അങ്ങനെയാണ് തിരിച്ചു വന്നത്. അത് കാരണം എന്ത് ഗുണം കിട്ടിച്ചാൽ അതും കൂടി ഇതിൻ്റെ ഒപ്പം പറയാം. ഈയിടെ ശ്രീമാൻ തമ്പിക്ക് പാലക്കാട്ട് വെച്ച് സ്വരലയ ഒരു സ്വീകരണം കൊടുത്തു. അപ്പോൾ എന്നോട് പറഞ്ഞു, സ്റ്റേജിലും തമ്പിയുടെ ഒപ്പം നിന്നിട്ട് ഇത് എങ്ങനെയാണത് കിട്ടിയത് എന്നുള്ളത് അതിൻ്റെ സംഗതിയൊക്കെ ഒന്ന് പറയണം പറഞ്ഞു. തമ്പി ഉണ്ടല്ലോ മുമ്പിലോ. ഞാൻ ഈ സംഗതികളൊക്കെ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് ഓഡിയൻസിനോട് പറയുകയാണ്, ഞാൻ അങ്ങോട്ട് വിളിച്ച് പോയതല്ല, ഇദ്ദേഹം അതുപോലെ കേട്ടിട്ട് എന്നോടൊന്ന് വരണമെന്ന് പറഞ്ഞു. അത് അപ്പം എനിക്ക് ഒരു ചാൻസ് കിട്ടി. അല്ലാണ്ട് ഞാൻ ചാൻസ് ചോദിച്ചു പോയതല്ല, ഒരിക്കലുമല്ല. അപ്പോൾ ഭയങ്കര അപ്ലോസ് കിട്ടി. അപ്പോൾ തമ്പിയും പറഞ്ഞു ശരിയാണ്. പിന്നെ എനിക്ക് മെച്ചം കിട്ടിയതെന്ന് വെച്ചാൽ ഈ പാട്ട് ഹിറ്റായപ്പോൾ ഈ കെട്ടിടം ഏതാണ്ട് പണിയണ വക്കാണ് നമ്മുടെ ഞാനിപ്പോൾ ഇരിക്കണ കെട്ടിടം. അപ്പോൾ അതിലേക്ക് പൈസ വളരെ കമ്മിയായിരുന്നു. ഇതങ്ങോട്ട് ഹിറ്റായപ്പോൾ 3 അവാർഡ് കിട്ടി. അടക്കം 3 അവാർഡ് കിട്ടിയപ്പോൾ ഒരുപാട് കച്ചേരി കിട്ടി തെക്കൻ സൈഡിൽ. കാരണം സംഗീതം കർണാടക സംഗീതക്കാരൻ എന്നുള്ളതായിരിക്കല്ല, സിനിമയിലും പാടിയ ആളല്ലേ. അയാളെ ഉത്സവത്തിന് വിളിച്ചളയാന്ന് പറഞ്ഞിട്ട് ഒരുപാട് തിരുവനന്തപുരത്തും കൊല്ലത്തും ആലപ്പുഴയിലും ചിലപ്പോൾ 2 കച്ചേരി വരെ ചില ദിവസം വേണ്ടി വന്നു. അതിൽ താമായിട്ട് തിരക്കടില്ലാത്ത പൈസ കിട്ടും. ഈ പൈസയൊക്കെ ഇവിടെ കിട്ടിയിട്ട് കുറിപ്പുണ്ട്, ഞങ്ങളുടെ വീട് പണിയാനാണ്, അയാൾക്ക് കൊണ്ടേ കൊടുക്കാം. ഈ വീടിന് വാസ്തവത്തിൽ രാഗസുധ എന്നുള്ളതിന് പകരം രാധിക കൃഷ്ണ രാധിക എന്ന് കൊടുക്കേണ്ടത് ശരി. ഭയങ്കര സന്തോഷമായി എല്ലാവരും. അതാണ് വേണ്ടത്. കാരണം അങ്ങനെയാണ് ഇന്ത്യ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് വന്നത്. ദൂരദർശനിലൊക്കെ രാഗപരിചയം എന്ന ഒരു പ്രോഗ്രാം മുന്നേറ്റം അവതരിപ്പിച്ചിരുന്നല്ലോ. അത് സംഗീത ആസ്വാദകരുടെ വളരെ പ്രശംസ പിടിച്ച രീതിയിലൊരു പരിപാടിയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് രാഗപരിചയം അതിനെക്കുറിച്ച് ഒന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയും. രാഗപരിചയം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ എങ്ങനെ അറിയോ, ഈ കർണാടക സംഗീതം ആസ്വദിക്കുന്ന ആൾക്കാർ ലൈറ്റ് മ്യൂസിക് ആസ്വദിക്കുന്നതിനേക്കാളും വളരെ കുറച്ച് ആൾക്കാർക്ക് സാധിക്കുന്നു. കാരണം അതിൻ്റെ ഒരു ബേസിക്കായിട്ട് കുറേ കാര്യങ്ങൾ അറിഞ്ഞാലാണ് ഈ കഥകളിയൊക്കെ ആസ്വദിക്കണ പോലെ അതിലേക്ക് അങ്ങനെ ഒരു ഇതിലെത്തിയാലാണ് കുറച്ചെങ്കിലും പറ്റൂ. അപ്പോൾ അത് കുറച്ചും കൂടി എൻ്റെ ലക്ഷ്യം എന്തായിരുന്നു വെച്ചാൽ കർണാടക സംഗീതത്തിലേക്ക് കൂടുതൽ ആൾക്കാരെ ആകർഷിക്കാം. അതിനെന്തേ വഴിയുള്ളൂങ്കിൽ സിനിമാ സംഗീതമാണ് വഴിയുള്ളൂ. സിനിമാ സംഗീതം ഇപ്പോൾ സ്വർഗനന്ദിനി സ്വപ്നവിഹാരിണി ഇഷ്ടദേവതേ സരസ്വതി ഇഷ്ടദേവതേ
സരസ്വതി. ഇതെല്ലാവരും ആസ്വദിക്കും. പക്ഷേ ഇത് കല്യാണി രാഗത്തിലത്തെ ഒരു കീർത്തനാണെന്നുള്ളത് ആർക്കും അറിയില്ല. നേരെ പറഞ്ഞത് നിധിച്ചാല സുഖ കല്യാണി രാഗം. അത് കേട്ട ആൾക്കാർ ആസ്വദിക്കാൻ പറ്റാത്തൊരു സാധനം പറഞ്ഞിട്ട് എണീറ്റ് പോകും. ഇത് സ്വർഗനന്ദിനി കേട്ടാൽ അവിടെ ഇരിക്കും, കാരണം സിനിമാ പാട്ടാണ്. അപ്പം എൻ്റെ ഡ്യൂട്ടി എന്താണെന്ന് എനിക്ക് തോന്നി, ഈ സ്വർഗനന്ദിനി എന്നുള്ളതിലത്തെ അല്ലെങ്കിൽ കല്യാണി രാഗം എന്ന് പറഞ്ഞിട്ടുള്ള രാഗം വളരെ വിസ്തൃതമായിട്ട് രാഗമാണ്. ആ രാഗത്തിൻ്റെ ചെറിയ അംശങ്ങൾ ചേർത്ത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് സ്വർഗനന്ദിനി. ദേവരാജ മാഷ് അല്ലെങ്കിൽ ആരായിക്കോട്ടെ, മ്യൂസിക് ഡയറക്ടർ ആരായിക്കോട്ടെ, അത് നിങ്ങൾക്ക് ഇത്ര അധികം ആസ്വദിക്കാൻ പറ്റുമെങ്കിൽ ശരിക്കും ആ രാഗത്തിൻ്റെ കുറേയും കൂടി പൂർണ്ണമായിട്ടുള്ള ഭാവങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് എന്തുകൊണ്ടത് ആസ്വദിക്കാൻ പറ്റില്ല? തീർച്ചയായിട്ടും പറ്റേണ്ടതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഈ രാഗപരിചയത്തിൽ എന്താണെന്ന് വെച്ചാൽ കർണാടക സംഗീതത്തിലത്തെ ആ രാഗത്തിനെ കുറിച്ച് പറയും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ എക്സാമ്പിൾ പറയുകയെന്ന് പറഞ്ഞാൽ അതെ ഒരു ചക്രവാകം ഒരു രാഗം എടുക്കാന്ന് വെച്ചാൽ ചക്രവാകത്തിൽ വളരെ നല്ലൊരു കീർത്തനുണ്ട്. സരോജനാഭ ദയാർണവമാമോ ഇങ്ങനെ കീർത്തനുണ്ട്. ഈ ചക്രവാകം എന്ന് പറഞ്ഞിട്ടുള്ള രാഗത്തിൻ്റെ ഹിന്ദുസ്ഥാനി രാഗമാണ്. ഹിന്ദുസ്ഥാനി രാഗം എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനിയിൽ ഇതേ നോട്ട്സ് വെച്ചിട്ട് ചെയ്യുന്നതായിട്ടുള്ള രാഗമാണ് ആഹിർ ഭൈരവ്. ആഹിർ ഭൈരവ് എന്ന് പറയാം. അതായത് പിപ്പരേ രാമരസം രസനേ പിബരേ രാമരസം പിബരേ രാമരസം അങ്ങനെയൊന്നുണ്ട്. അപ്പോൾ അതായത് ഇതിൽ ഇതേ നോട്ടാണ് സരി ഗമ പദ നി സ സാനിധ പമഗരേസ. ഇത് ചൊല്ലിക്കൊടുക്കുക ആദ്യം രാഗപരിചയത്തിന്. ചക്രവാകം എന്ന് പറഞ്ഞിട്ടുള്ള രാഗത്തിൻ്റെ ആരോഹണം, ഏത് രാഗത്തിനും ആരോഹണവും അവരോഹണവും ഉണ്ട്. മനുഷ്യജീവിതത്തിലെ കയറ്റം ഇറക്കമുള്ള പോലെ ആരോഹണം അവരോഹണമുണ്ട്. ഈ ആരോഹണ അവരോഹണത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നിട്ടാണ് ഏതൊരു രാഗവും പാടാൻ പറ്റും, അല്ലെങ്കിൽ അത് വേറൊരു രാഗമായിട്ട് മാറും. ഇതേ രാഗത്തിലെ ചെറിയ ഓസിലേഷൻസ് മാറ്റിയാൽ, സ്വരസ്ഥാനം മാറാതെ വെച്ചാൽ ചിലപ്പോൾ മറ്റൊരു ഭാവം ഉള്ള രാഗം കിട്ടും. അതിപ്പോൾ ഈ ചക്രവാകത്തിലെ ചെറിയ ഓസിലേഷൻ വരുത്തി വെക്കേണ്ടതാണ് ആഹിർ ഭൈരവ് എന്ന് പറഞ്ഞ രാഗം. അതായത് സരി ഗമ പദ നി സ സാനിധ പമഗരേ. അതേ തന്നെ സരി ഗമ പദ നി സ സാനിധ പമഗരേ. മറ്റത് മകരേ സ ചക്രവാകം മകരേ. അതേ നോട്ട് തന്നെയാണ്, അതിനെ ഒന്ന് ഓസിലേറ്റ് ചെയ്യണമെന്ന് മാത്രമേ. അപ്പോൾ ഇതിലത്തെ ഒരു പാട്ട് നിങ്ങൾ കേൾക്കുക എന്ന് പറഞ്ഞാൽ സ്വർഗമെന്ന കാനനത്തിൽ സ്വർണമുഖി നദിക്കരയിൽ സ്വപ്നമായി ഞാനുണർന്നു സുഖമറിയാതെ സുഖമറിയാതെ. ഇത് ചന്ദ്രകാന്ത് കൊണ്ടുള്ള സിനിമയിൽ ശ്രീകുമാരൻ നമ്പി രചിച്ച് MS വിശ്വനാഥൻ ചെയ്തിട്ടുള്ള മ്യൂസിക് ചെയ്തിട്ടുള്ള ഒരു ഗാനമാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് നിങ്ങളെ മനസ്സിലാക്കാനാണ് എൻ്റെ ഈ രാഗപരിചയത്തിലുണ്ട്. രാഗം പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ അതിനോട് ബന്ധപ്പെട്ട നിങ്ങൾ ഏറ്റവും അധികം കേട്ട് പഴകിയിട്ടുള്ള ഒരു സിനിമാ പാട്ട്. ഇപ്പോൾ രാധികാ കൃഷ്ണൻ്റെ ദർബാരി കാനഡ എന്നാണ്. ദർബാരി കാനഡയിൽ ഒരു ഭജൻ പാടിയ ചിലപ്പോൾ അത് അറിഞ്ഞോളുന്നില്ല, പക്ഷേ രാധികാ കൃഷ്ണ പാടുമ്പോൾ മനസ്സിലാവണം, ഓ ഇതിഷ്ടമാണ്, നല്ല ഞങ്ങൾ കേട്ട പാട്ടാണ്. അങ്ങനെ ആ ഓരോരോ രാഗങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ കൂടുതൽ ആസ്വാദകരെ നമ്മുടെ കർണാടക സംഗീതത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും. അതാണ് രാഗപരിചയത്തിൻ്റെ ഉദ്ദേശം. അത് കുറേ സക്സസ്ഫുള്ളായി. കുറേ എനിക്കത് കുറേ എഴുത്തുമല്ല ഫോണൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ടി വിയിലും ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? കുറേ എപ്പിസോഡുകൾ ടി വിയിലും റേഡിയോയിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈയിടെയും കൂടി ഇവിടുന്ന് വന്നു മഞ്ചേരി റേഡിയോയിൽ ഒരു കുറച്ച് ഒരു 10-15 ദിവസം 20 ദിവസം വന്നു. ഈ കർണാടക സംഗീതത്തിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു അതുല്യ പ്രതിഭയായിരുന്നല്ലോ നമ്മുടെ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ. അദ്ദേഹവുമായിട്ടുള്ള കച്ചേരികൾ, അദ്ദേഹവുമായിട്ടുള്ള വേദികൾ, അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം, അതിനെക്കുറിച്ചൊക്കെ പറയും. ഭാഗവതരായിട്ടുള്ള ബന്ധം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 72-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. 1972. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അനിയത്തിമാരെ വയലിൻ പഠിപ്പിക്കാൻ
CR മണിയർ എന്ന് പറഞ്ഞിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. CR മണിയർ എന്ന് പറഞ്ഞിട്ടുള്ള ആൾ ആരാ അറിയോ? സാക്ഷാൽ ചൗഡയ്യ 7 കമ്പി വയലിൻ സംഗീത ലോകത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ആദ്യത്തെ പ്രതിഭയാണ് മൈസൂർ ടി ചൗഡയ്യ. ചെമ്പൈ ചൗഡയ്യ മണി ഒരു ടീം ഉണ്ടായിരുന്നു പഴയ കാലത്ത് ചെമ്പയുടെ റെക്കോർഡ്സിലൊക്കെ. ആ ചൗഡയുടെ ശിഷ്യനാണ് CR മണിയർ. അദ്ദേഹം ഇവിടെ സിസ്റ്റേഴ്സിനെ വയലിൻ പഠിപ്പിക്കാൻ വേണ്ടി നമ്മുടെ വീട്ടിൽ താമസിച്ച് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം അദ്ദേഹം ചെമ്പയിലും ഉത്സവകാലത്തെ ഒപ്പമാണോ തോന്നുന്നു കാണാൻ വേണ്ടി പോയപ്പോൾ ഭാഗവതർ പറഞ്ഞു, ഭാഗവതരോട് ഈ വർത്തമാനം പറഞ്ഞു. അപ്പോൾ എൻ്റെ അച്ഛനെ ചെമ്പയ്ക്ക് പണ്ടേ അറിയാം. അച്ഛൻ്റെ അച്ഛൻ താരങ്ങാട്ടി ശക്തി നമ്പൂരിയായിരുന്നു. അദ്ദേഹമായിട്ടുള്ള അടുത്ത ബന്ധമായിരുന്നു ചെമ്പൈ. അച്ഛനെ അറിയാം. അപ്പോൾ അപ്പോഴേ ഞാൻ മണിയോട് ഒരു ചോദ്യം ചോദിക്കണം വിചാരിച്ചു. അവിടെ തമ്പാൻ്റെ മകനാണെന്ന് ഞാൻ കേട്ടത്. ഒരാൾ പാടുണ്ടല്ലേ, ഒരു കുട്ടി പാടുണ്ടല്ലേ ചോദിച്ചു. അയാളുടെ റേഡിയോയിൽ ഒരു കച്ചേരി ഞാൻ ഈയിടെ കേട്ടു. അസലായിട്ട് പാടി, വളരെ നന്നായി പാടി. എനിക്ക് അയാളെ ഒന്ന് എപ്പോഴെങ്കിലും സൗകര്യപ്പെട്ടാൽ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. മണിയരുത് ഇവിടെ ഒന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സന്തോഷമായി. ഭാഗവതരെ കാണുക എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമല്ലേ. അക്കൊല്ലത്തെ ഏകാശിക്ക് എന്നെ മണിയർ ഗുരുവായൂർക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. ഗുരുവായൂർക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ ബ്രഹ്മ തേജസ്സോട് കൂടിയിട്ട് ഭാഗവതരെ തന്നെ ഇരിക്കുന്നുണ്ട് അവിടെ. അന്ന് ഇങ്ങനത്തെ ഒന്നും ആൾക്കാരൊന്നും കൂടി തുടങ്ങിയിട്ടില്ല. കുറച്ച് ആൾക്കാർ, കുറച്ച് കുറഞ്ഞ ആൾക്കാർ. അപ്പോൾ മണിയർ പറഞ്ഞു, ഇതാണ് ഞാൻ അന്ന് പറഞ്ഞിട്ടില്ല. താൻ തമ്പാൻ്റെ മകനാണല്ലേ ചോദിച്ചു. അപ്പോൾ വീട് എവിടെ ചോദിച്ചു? മണ്ണൂർ നായരാണ്. മണ്ണൂർ നായന്മാരൊക്കെ ഗംഭീരന്മാരാണ്. ഒരുപാട് വലിയ വലിയ പ്രഗത്ഭന്മാരാണ് മണ്ണൂർ നായന്മാർ. മാത്രമല്ല നിങ്ങളുടെ ആ വടവട്ടൂർ ക്ഷേത്രമില്ലേ, അവിടെ ഞാൻ വാരം ഉപയോഗിക്കാൻ വന്നിട്ടുണ്ട് നടന്നിട്ട്. പണ്ട് പട്ടമാരൊക്കെ മണ്ണൂരത്ത് അന്ന് ചെറുപ്പം നടന്നു വരുത്തറേ പണ്ട്. അപ്പോൾ അച്ഛനെയും കുറേ പട്ടന്മാരുണ്ടാവും കൂടുന്നത്. അസല ഊണാണ് അവിടെ കുറച്ച്. അത് കഴിഞ്ഞാൽ രാത്രി ചൂട്ടൊക്കെ പിന്നിയിട്ട് ഇങ്ങോട്ട് മടങ്ങ് ചെയ്യും. അപ്പോൾ ഒരു പ്രാവശ്യം കായ്മൗന്നത്താലും വന്നിട്ടുണ്ട്. അത് കാവ് നിങ്ങളുടെ അല്ലേ ചോദിച്ചു. അതൊക്കെ മനസ്സിലായിരുന്നു. അതെ. അപ്പോൾ അവിടെ വന്നപ്പോൾ തൻ്റെ അമ്മയുടെ പാട്ട് ഞാൻ വീട്ടിൽ വന്ന് കേട്ടിട്ടുണ്ട്. വീട്ടിലൊന്ന് ക്ഷണിച്ചു. ഒരു വലിയ ആളുണ്ടായിരുന്നു, അധികാരിമാമയാണ് പറഞ്ഞത് തോന്നുന്നു. അപ്പോൾ ഒന്ന് ക്ഷണിച്ചു പാട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായി കേട്ടോ, ഇന്ന് ഇവിടെ എല്ലാവർക്കും ഇവിടെ 10 മിനിറ്റേ ഉള്ളൂ, താൻ ഒരു അരമണിക്കൂർ ഇന്ന് പാടണം എന്ന് പറഞ്ഞു. അത് ശരി. ഭാഗവതർ കാലിൽ തൊട്ട് വന്നിച്ചു. ഭാഗവതർ മുമ്പിലിരിക്കുന്നുണ്ട്. ഒരു വലിയ വിളക്ക് വളർത്തി വെച്ചിട്ടുണ്ട്. അത് ഗുരുവായൂരിൻ്റെ അമ്പലത്തിൻ്റെ ഉള്ളിലാണ്, പുറത്തല്ല. വലിയ നിലവിളക്ക് കൊടുത്ത് വലിയൊരു വിളക്ക്, നിലവിളക്ക് വലുത്. സ്റ്റേജിൽ എന്നോട് അതാ പാടിക്കോളൂ, ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, പാടൂ. അപ്പോൾ ഞാൻ അന്ന് പാടിയത് ഇവിടെ ഒരു മുരളീകൃഷ്ണൻ ഭട്ടതിരി പറഞ്ഞൊരാളുണ്ടായിരുന്നു. അറിയില്ല മുരളീകൃഷ്ണൻ ഭട്ടേരി വടവട്ട ശാന്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകനാണ് ശങ്കരൻ ഭട്ടേരി. ഹിന്ദി പഠിച്ചായിരുന്നു പത്തിരിപ്പാല. അവരൊക്കെ ഫ്രണ്ടാവട്ടി എൻ്റെ ഗുരുനാഥനുമാണ്. അപ്പോൾ മുരളീകൃഷ്ണൻ ഭട്ടതിരി എഴുതിയിട്ടുള്ള ഒരു ഗാനം അദ്ദേഹം പഠിപ്പിക്കൽ വരും. അത് ഈ പാട്ടിങ്ങനെ എഴുത്തരും. ഞങ്ങൾക്ക് ചെറിയ കുട്ടികളാകുമ്പോൾ അത് കേൾക്കും. ഭാഗവതർ ട്യൂൺ ചെയ്യും, അല്ലെങ്കിൽ നമ്മളാരും ട്യൂൺ ചെയ്യും, ഇങ്ങനെ പാടും. അപ്പോൾ ആ ഒരു പാട്ട് കയ്യിലുണ്ടായിരുന്നു. അതാണ് ആദ്യം പാടിയത്. അതിങ്ങനെയാണ്: സഫലമാക്കിടേണം ഈ മമ ജന്മം സരസീരുഹാക്ഷ, സഫലമാക്കിടേണം ഈ മമ ജന്മം. ഇത്രയും പാടിയപ്പോൾ ഭാഗവതന് മുമ്പിലിരിക്കണ ഭാഗവതൻ എന്ത് പറഞ്ഞു? നിർത്തൂ, താനേ എന്തിനാണ് ഈ സഫലമാക്കിയിടണം മാമ ജന്മം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണത്? തൻ്റെ ജന്മം ഇപ്പോഴേ സഫലമാണല്ലോ, പിന്നെ ഈ പാട്ട് നീ എന്തിനാ പാടണേ? ഒരു തമാശക്ക് കേട്ടു. അങ്ങനെ എന്നെ അരമണിക്കൂർ പാടിച്ചു. പിന്നെ എല്ലാ കൊല്ലവും അവിടെ വരും, ഭാഗവതരൊപ്പം കൂടും. ഭാഗവതർ അവിടുന്ന് എപ്പോഴാണ് കിട്ടണമെന്ന് വെച്ചാൽ സമയം കിട്ടിയാൽ കീർത്തനം പറഞ്ഞു തരും. ചെമ്പയിൽ വെച്ചിട്ട് അവിടുന്ന് പറഞ്ഞു തരും. എപ്പോഴെങ്കിലും മദ്രാസിൽ എപ്പോഴെങ്കിലും വരാച്ചാൽ സാന്തോമിൽ അവിടെ വെച്ചിട്ട് പറഞ്ഞു തരും. അങ്ങനെയൊക്കെയാണ് ഭാഗവതർ. പിന്നെ എന്നും ആ ഒരു ഗുരുസ്ഥാനീയനാണല്ലോ അദ്ദേഹം. ഉണ്ണിയേട്ടൻ്റെ ജീവിതസഖി ശ്രീമതി ലൈല രാജകുമാരിയാണ്. പത്തിരിപ്പാല ഗവൺമെൻറ് ഹൈസ്കൂളിലെ സംഗീത അധ്യാപികയായിരുന്നു. ഉണ്ണിയേട്ടനൊപ്പം വിവിധ കച്ചേരികളിൽ നിറ സാന്നിധ്യമായിട്ട് പോകാറുണ്ട്. ഉണ്ണിയേട്ട, ജീവിതസഖി ഒരു സംഗീതജ്ഞയായിട്ട് കടന്നു വന്നതിപ്പോൾ ഉണ്ണിയേട്ടൻ്റെ സംഗീത ജീവിതത്തിൽ, അല്ലെങ്കിൽ രണ്ടുപേരുടെയും സംഗീത ജീവിതത്തിൽ അത് എത്ര കണ്ട് പരസ്പരം ഗുണം ആയിട്ടുണ്ട്? വളരെയധികം ഗുണമായിട്ടുണ്ട്. കാരണം അച്ഛൻ എപ്പോഴും പറഞ്ഞൊരു വാക്കുണ്ട്, താൻ എന്തെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ
സംഗീതം പാടണമെന്നില്ല, സംഗീതം കേട്ടാൽ ഓടാത്ത ഒരു പെണ്ണ് വേണം കേട്ടോ. അത് മാത്രമേ എനിക്കുള്ളൂ. സംഗീതം പഠിച്ചോളണമെന്നൊന്നുമില്ല, എല്ലാവർക്കും ഉള്ളതല്ലല്ലോ. അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോൾ അച്ഛൻ്റെ ഒരു അനിയുണ്ട്, അദ്ദേഹം മുഖാന്തരമാണ് ഈ പ്രപ്പോസൽ വന്നത്. അപ്പോൾ ഈ ലൈല ഇവിടെ സംഗീത കോളേജിൽ പഠിക്കുകയാണ്, ഗാനഭൂഷണം പഠിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു പ്രപ്പോസലായ ജാതകം നോക്കിയപ്പോൾ 9 പൊരുത്തം എന്തൊക്കെ ഉണ്ട് ചോദിച്ചു. എന്നിട്ട് വിവാഹം ചെയ്യാൻ നിശ്ചയിച്ചു. കാരണം ഞാൻ അച്ഛൻ ചെയ്ത വഴി പാടിക്കുകയും ചെയ്തില്ല. കാരണം ഈ കുട്ടി ഗാനഭൂഷണമാണ്, അവസാന വർഷമായില്ലേ, നമ്മൾ പാടിക്കണേ ശരിയല്ലോ. ഏതായാലും അങ്ങനെ കേട്ട. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കണ്ടീഷൻ്റെ, ഒരു പാട്ട് പാടുന്ന ഒരാളെന്ന് പറഞ്ഞാൽ അവർക്ക് ആകർഷണത്വം കൂടും കുറേ. അപ്പോൾ ചിലപ്പോൾ സ്ത്രീകൾക്ക് സംഗീതം ഭയങ്കര പ്രമാണല്ലോ. അവർ നമ്മളോടുള്ള നമ്മുടെ സംഗീതത്തിനോടുള്ള ആകർഷണം കാരണം ചിലപ്പോൾ അടുത്ത് വന്ന് പെരുമാറിയണോ അത് ചിരിച്ചോ എന്ന് വരും. അതിലൊന്നും ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവരുത്. അതാണ് ആദ്യം നോക്കേണ്ടത്. കാരണം ഇത് അവർ നമ്മുടെ ദേഹത്തിനെയല്ല നോക്കണം, സംഗീതത്തിനെയാണ്. ആ ചിന്താഗതി നമ്മൾ വെച്ച് പുറത്താൻ സന്നദ്ധമാണെങ്കിൽ അത് തെറ്റിദ്ധാരണക്കിടവരുന്നില്ല. മറ്റേത് ഭയങ്കര ചിന്താഗതി ഉണ്ടെങ്കിൽ മാത്രമേ അയ്യോ അതൊന്നുമില്ല, അങ്ങനത്തെ ഒട്ടുമില്ല, അങ്ങനത്തെ ഒട്ടുമില്ല. അങ്ങനത്തെ അതാണ്. അങ്ങനെയായിട്ട് കല്യാണം കഴിച്ചിട്ട് ഇവർക്ക് എന്നെ അന്ന് കച്ചേരി ധാരാളം ഉള്ള കാലമായിരുന്നു ഈ രാധിക. അപ്പോൾ തെക്കൻ സൈഡിലാകുമ്പോൾ ഇവർക്ക് പാവം കച്ചേരി ഒപ്പം പാടിയിട്ടുള്ള പരിചയമൊന്നുമില്ല. നല്ല ജ്ഞാനുണ്ട്, നന്നായി പഠിച്ചിട്ടുണ്ട്. അവരുടെ കുടുംബത്തിൽ ഇവർക്ക് ആരൊക്കെ ഈ കുട്ടിക്ക് മാത്രമേ ഉള്ളൂ, മറ്റുള്ളവർക്ക് ഇവരെ ചേച്ചിക്കൊന്നും സംഗീതത്തിലൊന്നും ഒന്നുമില്ല, അച്ഛനും അമ്മയ്ക്കും ഇല്ല. പക്ഷെ കുടുംബത്തിൽ ഇവരുടെ അച്ഛൻ്റെ കുടുംബത്തിൽ ചിലർക്കൊക്കെ ഉണ്ടായിരുന്നു വേറെ. അപ്പോൾ കച്ചേരിക്ക് പാടുമ്പോൾ ഇവർക്ക് എന്താ വെച്ചാൽ ഈ രാത്രിയാണ് അവിടെ കച്ചേരി, തെക്കൻ സൈഡിലെ ഈ ഇതല്ലേ എന്താ പറയുക, രാത്രി 9 മണിക്കൊക്കെ തുടങ്ങി 12 മണി വരെയൊക്കെയാണ് കച്ചേരി. നമ്മുടെ ഇവിടുത്തെ മെത്തേഡല്ല. അങ്ങനെ പാടുമ്പോൾ ഇവർക്ക് ചിലപ്പോൾ ഒരു പ്രാവശ്യം ചേർത്തല ഒരു കച്ചേരിക്ക് പാടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ പിന്നിൽ ഇവർ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർക്ക് പാവം ഉറക്കം വന്നിട്ട് വല്ലാണ്ട് ശീലമല്ലോ. നമ്മളാച്ചാൽ ഈ കച്ചേരിക്ക് രാത്രിയൊക്കെ പാടിയിട്ട് ഉറക്കം നമ്മൾ ആൾക്കാർ ഇങ്ങനെ എത്തി നോക്കിയിട്ട് എന്താണെന്ന്. അപ്പോൾ ഇവർ പാവം വല്ലാണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കിയപ്പോഴാണ് ഇവർക്ക് ഇതാക്കം വന്നു. പിന്നെ ഇത്തിരി വെള്ളമൊക്കെ മുഖത്ത് തെളിച്ച് പിന്നെയൊക്കെ ശരിയായിട്ടോ. അപ്പോൾ കച്ചേരിക്ക് ഒപ്പം പാടിയിരുന്നു, എൻ്റെ ഒപ്പം പാടിയിരുന്നു. ഇത് മാത്രമല്ല ഒരു പഞ്ചരത്നങ്ങളെ അതെ. പിന്നെ ദക്ഷിണാമൂർത്തി സംവിധാനം ചെയ്തിട്ടുള്ള ദക്ഷിണാമൂർത്തി സ്വാമി സംവിധാനം ചെയ്തിട്ടൊരു ഭക്തിഗാനമേളയുണ്ടായിരുന്നു ഗുരുവായൂർ. അതിൽ എന്നീ ലൈലി ക്ഷണിച്ചു പാടാൻ. ജയന്തൻ പാടുന്നുണ്ട്, ലീലച്ചേച്ചി പാടുന്നുണ്ട്, പിന്നെ കമുകുറ പുരുഷോത്തമൻ ഉണ്ട് തോന്നുന്നു, എനിക്ക് ഓർമ്മയില്ല. അവർ ഭക്തിഗാനം നാരായണീയത്തിൻ്റെ 400-ാം വാർഷികമായിരുന്നു. അപ്പോൾ അത് പാട്ട് പാടുമ്പോൾ ഇവർ അവസാന നിമിഷം എന്ത് പറഞ്ഞു, അയ്യോ എനിക്ക് വയ്യ, ഞാൻ പാടില്ല. ഇവരെപ്പോഴും ഒഴിഞ്ഞു മാറട്ടായില്ല, ഞാൻ പാടില്ല, എനിക്ക് വയ്യ, പറ്റില്ല. അപ്പോൾ ജയന്തനെ പറഞ്ഞു, ജയന്തൻ്റെ ഈ കുട്ടിയുടെ കസനും കൂടിയാണ്. അങ്ങനെ ഒരു ബന്ധമുണ്ട്, പാട്ട് പാടുന്ന ജയന്തനില്ലേ, ആ ലൈലയുടെ കസനാണ് പാലിയത്തെ. അപ്പോൾ കുട്ടി എൻ്റെ ബന്ധുവല്ലേ, കുട്ടി അസലായി പാടുമല്ലോ, ഞങ്ങളുടെ വന്ന പാടിയ കുഴപ്പം, നമ്മളൊക്കെ അങ്ങനെയല്ലേ പഠിക്കണത്. എനിക്ക് അല്ല ഞാനില്ല, മര്യാദയ്ക്ക് ഇരുന്ന് പാടും. അപ്പോൾ സ്വാമി പറഞ്ഞു, നമ്മളെല്ലാ സംഗീതത്തിലെ ശിശുക്കളാണ്, പാടൂ, നന്നായിട്ട് പാടൂ. എന്നിട്ട് നിർബന്ധിച്ച് പിടിച്ചിരുത്തി അവിടെ. ലീലച്ചേച്ചി പറഞ്ഞു, പാടൂ കുട്ടി, എന്താ ലൈലേ, ഞാൻ കുട്ടി ലൈല പാടിക്കൂടെ അങ്ങനെ ചോദിച്ച് എൻകറേജ് ചെയ്തു. അന്ന് ഇവർ പാടിയത് പാട്ട് അഷ്ടമി രോഹിണി നാളിൽ, അഷ്ടമി രോഹിണി നാൾ എൻ മനസ്സൊരു, അങ്ങനെ ഒരു പാട്ട് അത് ആ പാട്ട് പാടി. ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് മൈക്കൊക്കെ ഓഫ് ചെയ്തു. സ്വാമി അങ്ങനെ പറയാത്ത ആളാണ് ദക്ഷിണാമൂർത്തി സ്വാമി. ഇതിലേ ഞാൻ തുറന്നു പറയാം, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഇതിൽ ഏറ്റവും നന്നായത് ലൈല പാടിയതാണ്, ബാക്കിയുള്ളവരെക്കാളും ഒക്കെ നന്നായി. അതെ അപ്പോൾ അത് പറഞ്ഞിട്ട് കഴിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, സ്വാമി അതൊക്കെ വെറുതെ പറയാണ്, ഞാനൊന്നുമല്ല, അങ്ങനത്തെ ഒരു ഇതാണ്. അങ്ങനെയൊക്കെ ഒരു ഇതാണ്. ഇപ്പോൾ ഞാനുണ്ട്, ഇപ്പോൾ പാടാൻ പറഞ്ഞാൽ കച്ചേരിക്ക് പാടാൻ പറഞ്ഞാൽ വയ്യ. അപ്പോൾ പിന്നെ നമ്മളെ വല്ലാണ്ട് നിർബന്ധിക്കില്ല. നല്ല ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു അവസരം പോലെ വന്നാൽ അടുക്കളയിൽ നിന്ന് ഓടി വരും, ഹായ് എന്താ ഇവിടെ ഋഷഭമൊന്നും ശരിയായിക്കൂടെ, ഗാന്ധാരം ശരിയായിക്കൂടെ എന്ന് പറയും. അങ്ങനെ സപ്പോർട്ട് തന്നെയാണ്. ഒരുപാട് പുരസ്കാരങ്ങൾ കഴിഞ്ഞ വർഷം ചെമ്പയുടെ പേരിലുള്ള ചെമ്പൈ സ്മാരക പുരസ്കാരം, അതിൽ വളരെ ഉണ്ണിയേട്ടന് ഏറ്റവും സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ള ഒരു പുരസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുരസ്കാരങ്ങളെക്കുറിച്ച്
ലഭിച്ച പുരസ്കാരങ്ങളെക്കുറിച്ചൊന്ന് വിശദീകരിക്കും. പുരസ്കാരം ഒരുപാട് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ അപ്പൊക്കെ എനിക്ക് തോന്നുന്നത് അറിയാം, ഓരോ പുരസ്കാരം കിട്ടുമ്പോൾ ഞാൻ ഇനി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യണം. അതിലേക്കുള്ളൊരു വഴിയാണ് ഈ പുരസ്കാരങ്ങൾ. അതുകൊണ്ട് ഞാൻ അങ്ങനെ എത്തിയെന്നല്ല, എനിക്ക് ഇനി ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. പുരസ്കാരങ്ങൾ കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും സംഗീതം എന്ന് പറയുന്നത് ഒരു ഓഷനാണ്. അത് ഈ ജന്മം കൊണ്ടോ 10 ജന്മം കൊണ്ടോ പഠിക്കാൻ പറ്റുന്നതല്ല. അതങ്ങനെ നിരന്തര സാധന കൊണ്ടും ഈശ്വരവിശ്വാസം കൊണ്ടും മനുഷ്യ നന്മയെ മാത്രം സ്നേഹവും മാത്രം മനസ്സിൽ വെച്ചുകൊണ്ടും ഉണ്ടാകുന്നൊരു സാധനമാണ്. പുരസ്കാരങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. ആദ്യം കിട്ടിയ പുരസ്കാരം ഏതാ ശരിക്കും ഓർമ്മയില്ല എനിക്ക്. വളരെ മുമ്പേ സ്കൂൾ പഠിക്കുന്ന കാലത്തൊക്കെ തന്നെ ചെറിയ ചെറിയ പുരസ്കാരങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം എന്ന് പറഞ്ഞത് ഈ രാധിക കൃഷ്ണയ്ക്ക് കിട്ടിയിട്ടുള്ള ഒരു ഫിലിം ഗോയേഴ്സ് അസോസിയേഷൻ അവാർഡ്, അതുപോലെ സിനിമാ മാസിക അവാർഡ്. അതിൽ സിനിമാ മാസിക അവാർഡ് കോട്ടയത്ത് വെച്ച്, അന്ന് സിനിമാ മാസിക പറഞ്ഞൊരു മാസിക ഉണ്ടായിരുന്നു സിനിമയുടെ പഴയ കാലത്ത് കോട്ടയത്ത്. അവരൊരു അവാർഡ് സംഘടിപ്പിച്ചു, അവാർഡ് നൈറ്റ് സംഘടിപ്പിച്ചു. അതിലെനിക്ക് ഈ പാട്ടിന് കിട്ടി. യേശുദാസൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ആ അവാർഡ് വളരെയധികം എന്താ പറയുക, പണ്ട് കിട്ടിയതല്ലേ. അപ്പോൾ ഈ ഒരു പാട്ട് സിനിമയെ പാടിയിട്ട് കിട്ടിയില്ലേ, ശ്രീകുമാരൻ വളരെ സന്തോഷമായി. കാരണം ഈ ഒരു പാട്ടിന് അദ്ദേഹം അതൊരു നിമിത്തമാണല്ലോ എന്താ കാരണം കിട്ടുന്നത്. പിന്നെ സംഗീത നാടക അക്കാദമിയുടെ ഇതിലുണ്ട് കുറേയുണ്ട് ഈ സമഗ്ര സംഭാവനയ്ക്ക്. സംഗീത നാടക അക്കാദമിയുടെ ടാഗോർ പുരസ്കാരം, അത് സമഗ്ര സംഭാവനയ്ക്കുള്ളതാണ്. അത് എല്ലാ കൊല്ലവും കൊടുക്കില്ല. അത് ഈ അക്കാദമി അവാർഡിനെക്കാട്ടിലും വലുതാണ്. അക്കാദമി അവാർഡിന് അന്നത്തെ കാലത്ത് 25,000 രൂപയുള്ളൂ. ഇതിന് 30,000 രൂപയാണ് ഇതിൻ്റെ വില. പൈസ വില പറയല്ല, അതിനെക്കാട്ടിലൊരു ഗ്രേഡ്. ടാഗോറിൻ്റെ 150th ആനിവേഴ്സറിയോ ആയിട്ടുള്ളതാണ് തോന്നുന്നു. അത് വളരെ സന്തോഷമായി. കാരണം സംഗീത അക്കാദമി നമ്മൾ ഇതിൻ്റെയൊക്കെ പിന്നാലെ ഞാൻ പോവില്ല. അതാണ് ഇന്നേ വരെ ഒരു കച്ചേരി കിട്ടണമെന്നോ ഒരു അവാർഡ് കിട്ടണമെന്നോ ഞാൻ പോയിട്ടില്ല. അത് സത്യമാണ്. കാരണം നമുക്കത് വയ്യ, ആ ഒരു വഴി നമുക്ക് വയ്യ. എന്നിപ്പോൾ അത് പലതും മാറിയിട്ടില്ല പല സംഘത്തിനും. അതേപോലെ തന്നെയാണ് ഈ ഗുരുവായൂരത്തെ അവാർഡ്. ഇത് കിട്ടുന്ന സ്വപ്നത്തിൽ വിചാരിച്ചില്ല. കാരണം ഇതൊക്കെ വലിയ വലിയ സംഗീത വിദ്വാൻമാർക്ക് കൊടുക്കുന്ന അവാർഡാണ്. വലിയ അത് തഴക്കാൻ ചെന്ന നോർത്ത് ഇന്ത്യയിലത്തെയും സൗത്ത് ഇന്ത്യയിലത്തെ ടോപ്പായിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്ന അവാർഡാണ്. ശമ്പം കുടിക്കാൻ വലിയ വലിയ ആൾക്കാർ. ഇത് കിട്ടുമെന്ന് വിചാരിച്ചില്ല. കഴിഞ്ഞ നവംബർ 25-ാം തീയതിയാണ് അവാർഡ് തന്നത്, 2020. അത് എൻ്റെ കച്ചേരിയിൽ കിട്ടും, യൂട്യൂബിൽ കിട്ടും. ഗുരുവായൂർ ദേവസ്വം ചെമ്പൈ ഫെസ്റ്റിവൽ എന്തോന്നും അടിച്ചാൽ കിട്ടുന്നുണ്ട്. 2 മണിക്കൂർ കച്ചേരിയുണ്ട്, അതിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ അവർ അവാർഡ് പ്രഖ്യാപിച്ചിട്ട് എന്നെ അറിയിച്ചില്ല. രാത്രി വൈകുന്നേരം 6:30 മണിക്ക് ഒരു ഫോൺ കോൾ വന്നു എനിക്ക്. ഗുരുവായൂരത്തെ എൻ്റെ സുഹൃത്തൊരു പത്രപ്രവർത്തകൻ, ഒരു ഉണ്ണി, മനോരമ ഉണ്ണി. അയാൾ പറഞ്ഞു, ഉണ്ണിയേട്ടാ കൊടുത്ത ഗുരുവായൂർ ചെമ്പൈ പുരസ്കാരം അനൗൺസ് ചെയ്തു, ഒരു ഉണ്ണിയേട്ടനാണ് അത് കിട്ടിയിട്ടുള്ളത്. വളരെ സന്തോഷമായി. കാരണം നമ്മൾ വിചാരിച്ചില്ല. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, ഗുരുനാഥൻ്റെ അനുഗ്രഹം, ഇത് രണ്ടുമല്ലേ നമ്മൾ വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ അത് അപ്പോഴേക്ക് ഇത് ഏഷ്യാനെറ്റിൽ ഫ്ലാഷ് ന്യൂസായിട്ട് വന്നു. അത് കഴിഞ്ഞൊരു 7-7:30 ആയപ്പോഴേക്കും ഫോൺ കോളോട് ഫോൺ കോൾ. ഇത് ന്യൂസ് വന്നപ്പോഴേ ഒരുപാട് നിൽക്കുന്നു, വിളിച്ചു വന്നു. എന്നിട്ട് അവരപ്പോഴും പറഞ്ഞില്ല, പിറ്റേ സെറ്റേ അവർ പറഞ്ഞിട്ടുള്ളൂ ഈ കമ്മിറ്റിക്കാർ. അപ്പോൾ രാത്രി ഒരു 11 മണിക്ക് എന്നോട് സ്റ്റുഡിയോക്കാരൻ പറഞ്ഞു കൊടുത്തേ, സരിതാ സ്റ്റുഡിയോ കൊണ്ടുവന്നിട്ടുണ്ട് ഗുരുവായൂർ. എന്നിട്ട് അവർ ഫോട്ടോ പെട്ടെന്ന് അയച്ചേക്കാം. അവർ നമ്മളോടൊന്നും പറഞ്ഞില്ല. പത്രസമ്മേളനം കഴിഞ്ഞു, ഞങ്ങളെയൊക്കെ ഒന്ന് അറിയിക്കേണ്ടത് പത്രക്കാരെ 1-2 ആൾക്കാരെ അറിയിച്ചു, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഞാൻ ഫോട്ടോ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് പിറ്റേ ദിവസത്തെ പത്രത്തിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായത്. അങ്ങനെ ഒരുപാട് സംഭവമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് പഴശ്ശിരാജ അവാർഡുണ്ട് ഇവിടെ. ഇതൊക്കെ ഇവിടെ നോക്കിയാൽ നമ്മൾ അത് ഒറ്റയ്ക്ക് എടുക്കുമല്ലോ. ഇനിയിപ്പോൾ പഴശ്ശിരാജ അവാർഡ് അത് മട്ടന്നൂർ വെച്ചിട്ടാണ് ഉണ്ടായത്. പഴശ്ശിരാജ അവാർഡ് അത് തന്നത് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ 105 വയസ്സിലൊക്കെ മരിച്ചു, വലിയ പ്രശസ്ത കഥകളി നടൻ. അങ്ങനെയാണ്. പിന്നെ പലരും പ്രഗത്ഭരായിട്ടുള്ള ഒരുപാട് ആൾക്കാർ. ഗൾഫ് മലയാളികളുടെ അങ്ങനെ എന്തോ ഒരു ഇതുണ്ടായിരുന്നു. ഗൾഫിൽ കിട്ടിയിട്ടുണ്ട്. പേപ്പറിൽ ഗൾഫ് അതായത് ഞാൻ ഇവര് എന്താ പറയുക, ഇവിടെ മസ്കറ്റ്, ബഹ്റിൻ, ദുബായ്, അബുദാബി, പിന്നെ ഖത്തർ, പിന്നെ
അതിൻ്റെ അടുത്തൊരു സ്ഥലമുണ്ടല്ലോ, വലിയ സ്ഥലം, അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്നൊക്കെ വരുന്ന അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. കച്ചേരി ഉണ്ടായിട്ടുണ്ട് അവിടെ. അതെ, ഒരുപാട് ഫോറിനിൽ അവർ നമ്മളെക്കാട്ടിലും ശ്രദ്ധയോട് കൂടിയിട്ട് ഇവിടത്തെക്കാളും കൂടുതൽ കച്ചേരികൾ സംഘടിപ്പിക്കുന്നതും അവിടെ പാടണ ഇത് നോക്കി. അപ്പം ഞാനുണ്ടായിരുന്നു, കുറേ കുട്ടികളെ കൊണ്ടാണ് പാടിച്ചത്. ആ പാടുമ്പോൾ ആ കുട്ടികൾ പെർഫെക്റ്റ് ആയിട്ടാണ് പാടണം. ഇത് മാത്രമല്ല, ഇരിക്കണ ഓഡിയൻസ് നമ്മുടെ ഇവിടെ ഇരിക്കണ ഓഡിയൻസിനെ പോലെയല്ല, നിശബ്ദമായിട്ട് ഡിവോട്ടഡ് ആയിട്ട് അത് സന്തോഷമായിട്ടിരുന്ന് ആസ്വദിക്കുകയാണ്. അത് വളരെ വ്യത്യാസം തോന്നിയാണ്. പിന്നെ അവർ പഠിപ്പിക്കണോ, അതെ, കുട്ടികളെ യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടി പഠിപ്പിക്കലല്ലേ നമ്മുടെ ഇവിടെ കുറേ അങ്ങനെയാണല്ലോ കുറേ. ഒരു ഇവിടെ ഈയിടെ ഒരാൾ ഓടി വന്നു, ഈയിടെ അല്ല, ഒരു 4 കൊല്ലം ഒരാൾ ഓടി വന്നു പറഞ്ഞു, സാർ കത്തച്ചിട്ട് ഇങ്ങനെ ഇത്ര ഒരു പയ്യനെ കൊടുത്തിരിക്കുക, അവൻ ആകെ 4 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. ഇപ്പം എന്താ വെച്ചപ്പോൾ ഇപ്പം ഒരു വാതാപി പറഞ്ഞു, ഈ വടയൊക്കെ എടുക്കില്ല ഹോട്ടലിൽ ഒരു വാതാപി. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഒന്നാമത് ഈ 4 വയസ്സായിട്ടുള്ള പയ്യന് എത്ര വയസ്സ്, എന്താ പറഞ്ഞു കൊടുക്കുക, എത്രയൊന്നും ആയിട്ട് ഒരു 6 വയസ്സെങ്കിലും ആവണ്ടേ ഒന്ന്. പിന്നെ ഈ വാതാപി പറഞ്ഞു നിങ്ങൾ എന്താ വിചാരിച്ചത്? അല്ല, ആ വാതാപി ചെമ്പ പാടില്ലേ, വാതാപി ചെമ്പ പാടില്ലേ. ഞാൻ പറഞ്ഞു, അയ്യോ അതൊരു മുത്തുസ്വാമി ദീക്ഷിതരുടെ ഹംസധ്വനി രാഗത്തിലുള്ള കീർത്തനാണ്. അവിടേക്കൊക്കെ എത്തണമെങ്കിൽ ഒരുപാട് സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് അങ്ങനെ എത്താൻ പറ്റും. അല്ല, ഒന്ന് മതി, 2 മാസം സമയമുണ്ട് യൂത്ത് ഫെസ്റ്റിവലിൽ. ഞാൻ പറഞ്ഞു, നിങ്ങളോട് എൻ്റെ വീട്ടിൽ വന്നിട്ട് നിങ്ങളോട് പുറത്തു പോകാൻ പറയാൻ എനിക്ക് സാധിക്കില്ല. പക്ഷേ ഇതല്ല ഇതിൻ്റെ അപ്രോച്ച്, ഇങ്ങനെയല്ല സംഗീതം പഠിപ്പിക്കുന്നത്. പിന്നെ 2 മാസം കൊണ്ടൊന്നും വാതാപി പഠിക്കാനും പറ്റില്ല. അതിൻ്റെ അടിസ്ഥാനം കുറേ ആയിട്ട്. അപ്പോൾ വലിയ സുഖമില്ലാണ്ടേ പോയത്, വലിയ ഇഷ്ടമായതൊന്നുമില്ല. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. അപ്പോൾ പുരസ്കാരങ്ങൾ കുറേ പുരസ്കാരമൊക്കെ നല്ല തന്നെയാണ്. അതുപോലെ നാഷണൽ അവാർഡ് അത് ഞാൻ അറിഞ്ഞിട്ടുള്ളതല്ല, ഒട്ടും അറിഞ്ഞിട്ടില്ല. അന്ന് എൻ്റെ ഈ അവാർഡ് തന്ന കാലത്ത് നമ്മൾ അപ്ലൈ ചെയ്യണ്ട, ഒക്കെ അപ്ലൈ ചെയ്യണം. അതിന് മുമ്പേ വേണ്ടിയിരുന്നു, അന്ന് അപ്ലൈ ചെയ്യണ്ട. അന്ന് ഒരു സൗകര്യമില്ല. അന്ന് ഈ പിന്നെ സുകുമാരി അനിയത്തി വിളിച്ചു പറയും. സുകുമാരിയുടെ വലിയ അവരുടെ നരേന്ദ്രമേൻ്റെ ഒരു സുഹൃത്താണ് അന്നത്തെ DPI IAS ഇതിൻ്റെ പേര് വിജയകുമാർ എന്നൊക്കെ പറഞ്ഞതാണ്. ഒറ്റപ്പാലം സബ് കളക്ടറൊക്കെ ആയിരുന്നു. അദ്ദേഹം പറയുക ഏട്ടന് നാഷണൽ അവാർഡ് കിട്ടിയിരുന്നത്. അമ്മ അനിയത്തി എന്നെ വിളിച്ചു പറയുക ഏട്ടന്. അങ്ങനെയാണ് അറിഞ്ഞത് ഞാൻ. പിന്നെ പ്രസിഡന്റ് ശങ്കർദയാൽ ശർമ്മയാണ് തന്നത് ഡൽഹിയിൽ വെച്ചിട്ട്. അദ്ദേഹം പറഞ്ഞ ഒരൊറ്റ വാചകം, ആദ്യത്തെ വാചകം വളരെ ചിന്തോദ്ദീപകമാണ്. എന്താ പറഞ്ഞറിയോ? ഐ ആം എക്സ്ട്രീംലി ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ബി ദ സൺ ഓഫ് എൻ എലിമെൻ്ററി സ്കൂൾ ടീച്ചർ. എവിടെ എത്തിയത്? എലിമെൻ്ററി സ്കൂൾ ടീച്ചറുടെ മകനായിട്ടുള്ളതിലാണ് ഞാൻ ഏറ്റവും അഭിമാനം കൊള്ളുന്ന സന്തോഷിക്കുന്നത്. അപ്പോൾ അധ്യാപകൻ്റെ ഒരു അധ്യാപകനായിരുന്നല്ലോ, ടീച്ചറായിരുന്നല്ലോ. അങ്ങനെ ഇപ്പോഴും പലതും കിട്ടിക്കൊണ്ടിരിക്കണ്ടേ. ഇവിടെ വേറെ കുറേ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ TTIയുടെ പ്രിൻസിപ്പളായിട്ടില്ലേ വിരമിച്ചത്? അതെ അതെ, ആ കാലത്തല്ലേ ഇത് ദേശീയ അവാർഡ്? TTIയിൽ ഞാൻ അതിനുശേഷം അല്ല, അങ്ങനെയല്ല. TTIയിൽ ഞാൻ 1995 ജൂണിൽ പിരിഞ്ഞു. 1995 1994-ത്തെ നാഷണൽ അവാർഡാണ് എനിക്ക് കിട്ടിയത്. അതിൽ എഴുതിയിട്ടുണ്ട് 1994-ലെ നാഷണൽ അവാർഡാണ് 1995 തന്നത്. അപ്പോൾ 1995 സെപ്റ്റംബർ 5-ാം തീയതി ഡോക്ടർ രാധാകൃഷ്ണൻ്റെ ജന്മദിനാണല്ലോ. അന്നാണ് ശങ്കർദയാൽ ശർമ്മ. അന്ന് അത് വേറെ ഗുണമുണ്ടായി. അത് കഴിഞ്ഞിട്ട് ആകാശവാണിക്കാർ ക്ഷണിച്ചു. അവിടെ 1 മണിക്കൂർ ഡൽഹി ആകാശവാണിയിൽ കച്ചേരി ഉണ്ടായി. അത് വാങ്ങാൻ പോയ സമയത്ത് ആ പൈസയൊക്കെ ഉണ്ടായിന്. അവർ ക്ഷണിച്ചു. 1 മണിക്കൂർ പാടിക്കൂടെ കഴിച്ചു. ശരി. ഈ ശാസ്ത്രീയ സംഗീതത്തിലും അതുപോലെ സിനിമാ പിന്നണി ഗാന രംഗങ്ങളിലും കാലാനുസൃതമായി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എന്ന് നമുക്കറിയാം. ഇത്തരം മാറ്റങ്ങളെ ഉണ്ണിയേട്ടൻ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മാറ്റങ്ങൾ നല്ല തന്നെയാണ്. പക്ഷേ ആ മാറ്റങ്ങൾ നല്ലതിലേക്കാവണം. അല്ലാത്ത തരത്തിലുള്ള മാറ്റങ്ങളും ശാസ്ത്രീയ സംഗീതത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ശുദ്ധ സംഗീതത്തിൽ വളരെ ഒരു ബ്യൂട്ടിലിരുന്ന ഉദാഹരണമായിട്ട് ഇത് വയലിനും മൃദംഗവും ഗഡൊക്കെ വെച്ചിട്ട് ആ ഭക്തിസാന്ദ്രമായിട്ട് പാടുമ്പോഴാണ് ആ വാഗ്ഗേയകാരൻ എന്താ ഉദ്ദേശിച്ചാൽ അതിൻ്റെ ഫലം കിട്ടുക. ഇത് എഴുതിയിട്ടുള്ള ആളുണ്ടല്ലോ, വാഗ്ഗേയകാരന്മാരുണ്ടല്ലോ, ത്യാഗരാജ സ്വാമികൾ, മുത്തുസ്വാമി ദീക്ഷിതർ, ശ്യാമശാസ്ത്രികൾ, സ്വാതി, ഇവരൊക്കെ ഉണ്ടല്ലോ. അവർ ഉദ്ദേശിച്ചിട്ടുള്ള ഭാവം ഭക്തിയാണ് കർണാടക സംഗീതത്തിൻ്റെ മുഖ്യധാര. ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ലാളിത്യമായിട്ടുള്ള പല ഭാവങ്ങളും ശൃംഗാരവും പലതും ഉണ്ട്. ഇതിൽ ഭക്തി മാത്രമേ ഉള്ളൂ കർണാടക സംഗീതം. അപ്പോൾ ഈ കീർത്തനത്തിനെ
ഈ ഒരു 3-4 ഡ്രം ബീറ്റ് ഇതൊക്കെ വെച്ചിട്ട് ഗിറ്റാറും മറ്റും ഇതൊക്കെ വെച്ചിട്ട് ശബ്ദബഹളമാക്കിയിട്ട് ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ ഇത് നമുക്ക് ഇതല്ലാണ്ടായി മാറുകയാണ്. എന്താ ബ്രോബരാമ എന്നുള്ളത് ഇതിൻ്റെ ഒറിജിനാലിറ്റിയൊക്കെ പോയിട്ട് ഒരു ശബ്ദ കോലാഹലമായിട്ട് മാറുകയാണ്. അതിപ്പോൾ ഇന്ന് പല പാട്ടുകളും അങ്ങനെയാണ് പറയുന്നത്. പാട്ട് കാണുക എന്നാണ് ഇപ്പോൾ പറയുന്നത്. പാട്ട് കേൾക്കാനല്ല, പാട്ട് കാണുക. കാണാനാണ് അധികം ഉള്ളത്. നൃത്തം ചൊല്ലുന്നത് ഇല്ലെങ്കിൽ പാട്ട് വരില്ല എന്നുള്ള പോലെയാണ്. അപ്പോൾ അത് നല്ല പ്രവണതയല്ല. പക്ഷെ അതേ സമയത്ത് ചെറുപ്പക്കാർ കർണാടക സംഗീതം വളരെയധികം ഗംഭീരമായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പാടുന്നുണ്ട്. ഇപ്പം ഇവിടെയൊക്കെ നാളെയും കൂടിയിട്ട് തോന്നും. ഞാൻ രാത്രി കേൾക്കാറുണ്ട്. 7 മണി മുതൽ 9 മണി വരെ മലയാള മനോരമ മ്യൂസിക് ചാനൽ. അതിലിപ്പോൾ കൽപ്പാത്തി രഥോത്സവത്തിൻ്റെ കച്ചേരികൾ ലൈവാണ് 7 മുതൽ 9 വരെ. അപ്പോൾ അത് കേൾക്കുമ്പോൾ ചെറുപ്പക്കാരെ ഗംഭീരമായിട്ട് പാടുന്നു. വളരെയധികം സാധ്യമായിട്ട് പാടും. ഇത്തവണ ഓഫ്ലൈനിൽ അല്ല പിന്നെ ഇതില്ലേ കച്ചേരി ഇവിടെ കൽപ്പാത്തിയിൽ? ഇപ്പോൾ കൽപ്പാത്തി ഉണ്ട്. പിന്നെ ഓൺലൈനല്ലേ ഉള്ളൂ? ഓൺലൈനേ ഉള്ളൂ. അല്ല അവിടെ ഉണ്ട്. അവിടെ പാടുണ്ട്. അവിടെ ഉണ്ടല്ലേ? അവിടെ ഉണ്ട്. അവിടെ പാടുണ്ട്. അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരുത്തി പാടിയിട്ടുണ്ട്. അത് നമ്മൾ ഓൺലൈനായിട്ട് തരാത്ത അവിടുന്ന് അങ്ങനെയാണ്. അവിടെ ഉണ്ട്, പേരിലുണ്ട്. അവിടെ കുറച്ച് ഓഡിയൻസ് ഒക്കെ ഉണ്ടാവും. അവരൊന്നും കാണിക്കില്ല. പക്ഷെ അത് ഓൺലൈനിലായിട്ട് ലൈവായിട്ട് അപ്പോൾ തന്നെ തരും. അപ്പോൾ വളരെയധികം ഇപ്പം ഇന്നലെയൊക്കെ പാടിയ ഒരു രാമപ്രസാദ് എന്ന് പറഞ്ഞൊരാൾ പാലക്കാട് പടിയൻ്റെ പേരക്കുട്ടിയായിട്ട് വരും. അസാധ്യമായിട്ട് പാടി. അങ്ങനെ കുറേ ചെറുപ്പക്കാർ സംഗീതത്തിൽ ഗംഭീരമായിട്ട് വരും. അതൊക്കെ നല്ല പ്രവണത തന്നെയാണ്. പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ സംഗീതത്തിന് കച്ചവടവൽക്കരിക്കുക എന്ന് പറയും. എനിക്ക് അങ്ങനെ തോന്നുന്നതിൻ്റെ ഭാഷ ഒരു കമേഴ്ഷ്യലൈസ് ചെയ്യാം. അതായത് ഇതിനാൾ കൂടി ഇപ്പോൾ ഒരു 5-6 ആൾക്കാരൊക്കെ പാടെ നൃത്തം ചെയ്തിട്ട് ഡ്രം ബീറ്റും ഇതൊക്കെ ഇട്ട് അതിനെ 1.5 ലക്ഷമൊക്കെ ചാർജ് ചെയ്യുകയാണ്. ഇവിടെ ഒരു കച്ചേരിക്ക് 5000 റുപ്യ തയ്ച്ചു കൊടുക്കാൻ പൈസ ഇല്ല. ഇത് ചാടുമ്പോൾ ആൾക്കാർ കൂടും. ഡപ്പാങ്കൂത്ത് പോലെ ഇങ്ങനെ വെച്ചിട്ട് പിടിച്ച് കൂടുമല്ലോ. പക്ഷെ അത് കർണാടക സംഗീതത്തിന്റെ വളർച്ചയ്ക്ക് അത് നന്നാവില്ല. അപ്പൊ അതൊക്കെ നിരുത്സാഹപ്പെടുത്തേണ്ടതാണ്. നമ്മൾ പറഞ്ഞാൽ നിരുത്സാഹപ്പെടുത്തുമോ അറിയില്ല, അയക്കില്ല. അതൊക്കെ കാരണം അങ്ങനെയല്ലല്ലോ ഇപ്പോഴത്തെ പോക്ക്. അങ്ങനെയല്ല. ചെറുപ്പക്കാരോട് പറഞ്ഞാൽ അത് അറിയൂല. ഇதை മാത്രം ആസ്വദിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ഈ രാഗം പാടുമ്പോൾ ഒന്നും ഇഷ്ടാവില്ല. പക്ഷെ ഇപ്പൊ കുറെ മാറ്റം വരുന്നുണ്ട് കേട്ടോ. കർണാടക സംഗീതത്തിന് കുറെ മാറ്റങ്ങൾ വരാണ്ട് ആൾക്കാർ ആസ്വാദകർ കൂടുന്നുണ്ട്. അതുണ്ട്. പക്ഷെ എങ്കിലും ഇത്തരത്തിലുള്ള ഈ ഒറിജിനലായിട്ട് വാഗ്യകാരം ചെയ്തിട്ടുള്ള ആ പാട്ടിനെ വേറൊരു തരത്തിൽ ചൊല്ലിയിട്ട് ഈ പറ്റാത്ത ഓർക്കസ്ട്രേഷനെ കുറിച്ച് ഒരു ബഹളം ഉണ്ടാക്കുന്നത് ഒരു നല്ല പ്രവണതയാണെന്ന് തോന്നുന്നില്ല. ഈ സാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്ന എഴുത്തുകാർ, കവികൾ, ഇവരൊക്കെ ആയിട്ട് ഉണ്ണിയേട്ടൻ വളരെ നല്ല അടുത്ത സൗഹൃദം പുലർത്തുന്നുണ്ട്. ഉദാഹരണത്തിന് MT വാസുദേവൻ നായർ, മുണ്ടൂർ സേതുമാധവൻ സാറ്, അതുപോലെ അക്കിത്തം, ഇവരൊക്കെ ആയിട്ട് വളരെ നല്ല ബന്ധം. മുണ്ടൂർ കൃഷ്ണൻകുട്ടി. അപ്പോൾ ഈ സൗഹൃദം, ആ അനുഭവങ്ങൾ അവരായിട്ടുള്ള സൗഹൃദത്തിൻ്റെ അതെ എങ്ങനെ പരിചയപ്പെട്ടത്? അത് ഞാൻ വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അന്ന് വീണ വായിച്ചിട്ടുണ്ടായിരുന്നു വിക്ടോറിയ കോളേജിൽ പഠിക്കുമ്പോൾ. അപ്പോൾ അവിടെ ഒരു സംസ്കൃതം ഡേ സെലിബ്രേറ്റ് ചെയ്തു ഗംഭീരമായിട്ട്. അപ്പോൾ അതിൻ്റെ റിഹേഴ്സൽ കാളിദാസൻ്റെ ശകുന്തളം എന്തൊക്കെ ആയിരുന്നു. അതിന് ഞാൻ വീണ ബാക്ക്ഗ്രൗണ്ട് വായിക്കാം. ഞാൻ അപ്പോൾ റിഹേഴ്സൽ ചെയ്തപ്പോൾ ഒരു ഉത്തരീയം പോലെ വേഷ്ടിയൊക്കെ ഇട്ടിട്ട് ഫുൾ കൈയൊക്കെ ആയിട്ട് ഒരു സുമുഖനായിട്ടൊരാൾ വന്നു. ഗുപ്തനാരി സാറായിരുന്നു, എസ് ഗുപ്തനാരി സാർ. അദ്ദേഹം അത് ചാർജ് എടുക്കാൻ വന്നു വിക്ടോറിയ കോളേജിൽ മലയാളം ഇതിൽ ഹെഡായിട്ട്. അപ്പം അദ്ദേഹം സംഗീതം നല്ല അറിയുന്ന ആളാണ്. ശാസ്ത്രീയ സംഗീതം തറവായിട്ട് അറിയുന്ന ആളാണ്. അപ്പം ഗുപ്തനാരി സാറ് ഞാൻ വീണ വായിച്ചുകൊണ്ടിരിക്കുക. എന്നോട് അടുത്ത് വന്നിട്ട് സുരുട്ടി രാഗം കുറച്ച് വായിക്കുന്നു, വേറെ ഏതോ 1-2 രാഗങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ ഈ കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് വീണ വായിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല, വളരെ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ആധ്യാത്മികമായിട്ടുള്ള വഴി കൂടെ പോകുന്ന ആളുകൾ. അപ്പോൾ ഉണ്ണിയുടെ വീടിൻ്റെ അടുത്തല്ലേ സ്വാമിയേരി മഠം രാമാനന്ദാശ്രമം ചോദിച്ചു. അവിടെ നിന്ന് പോകാൻ എന്താ വഴി ചോദിച്ചു. സാറേ എൻ്റെ ഒപ്പം വന്നോളൂ, ഒരു ദിവസം നമുക്ക് വൈകുന്നേരം കോളേജ് വിട്ട് വരുമ്പോൾ നമുക്ക് പോകും. എൻ്റെ അച്ഛനെ പരിചയപ്പെടുത്തി. അച്ഛനെ വലിയ ഇഷ്ടമായി വർത്തമാനം കൊണ്ട്. എന്നിട്ട് ഞങ്ങൾ സ്വാമിയേരി മഠത്തിൽ പോയി രാമാനന്ദാശ്രമത്തിൽ പോയി ചെറുപ്രകാശ സ്വാമികളെ കണ്ടു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വരും. അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് കത്ത് എഴുതും. അദ്ദേഹത്തിൻ്റെ ആ ഒരു ആത്മകഥയിൽ എന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ മനസാസ്മരാഗി അതിലെന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഗംഭീരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ കോളേജിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിനായിട്ട് പരിചയം. അങ്ങനെ പിന്നെ ലീലാവി ടീച്ചർ ഞങ്ങളുടെ സ്വന്തമായിരുന്നു. ലീലാവി ടീച്ചറിൻ്റെ അടുത്താണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലീലാവി ടീച്ചറുടെ അനിയൻ മോഹൻ എൻ്റെ അടുത്ത സുഹൃത്താണ്, മരിച്ചു. അപ്പോൾ ലീലാവി ടീച്ചറുടെ വീട്ടിലിടയ്ക്ക് പോവും. ലീലാവി ടീച്ചറുടെ അമ്മ നമ്മുടെ വീട്ടിൽ വന്നിട്ട് താമസിച്ചിട്ടുണ്ട്. അങ്ങനെ അവരായിട്ടുള്ള പരിചയം.
പിന്നെ സേതു മാഷയെ പണ്ടെന്നെ അറിയാം, ചെറിയ കുട്ടിയാണ്. കൃഷ്ണൻകുട്ടി മാഷും ഞാൻ ഇതിനേക്കാൾ 3-4 വയസ്സാണ് ഇതേ. കൃഷ്ണൻകുട്ടി മാഷും വളരെ വലിയ ഇഷ്ടമാണ് എന്നെ. പിന്നെ TTIയിലാകുമ്പോൾ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുപോകും. ബാലമുരളി കൃഷ്ണനെ ഒരിക്കലും TTIയിൽ കൊണ്ടുപോകുന്നു ഞാൻ, സാക്ഷാൽ ബാലമുരളി കൃഷ്ണൻ. അപ്പോൾ എന്താ കാരണം വെച്ചാൽ പാലക്കാട്ടൊരു കച്ചേരി ഉണ്ടായിരുന്നു, കച്ചേരി ബാലമുരളി കൃഷ്ണൻ്റെ. അപ്പോൾ ഞാൻ അടുത്ത് പോയിട്ട് റിക്വസ്റ്റ് ചെയ്തു, ഞാൻ ഒരു TTI ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അതിൽ ജോലി ചെയ്യുന്ന ആളാണ്, അങ്ങേക്ക് നാളെ ബുദ്ധിമുട്ടില്ലെങ്കിലും വന്ന് കുട്ടികൾക്ക് സംഗീതത്തിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു താങ്കളൊക്കെ പറഞ്ഞാൽ വളരെയധികം ഹാസ് ഇറ്റ് സംതിങ് ടു ഡു വിത്ത് മ്യൂസിക് വെച്ചു. അപ്പോൾ ഞാൻ ഒരു TTI എന്ന് പറഞ്ഞാൽ എല്ലാം ഉണ്ട്, സംഗീതം മാത്രമല്ല എല്ലാ കലകളും സാഹിത്യമൊക്കെ ബന്ധപ്പെട്ടു. യെസ് ഐ വിൽ കം എന്ന് പറഞ്ഞാൽ കുട്ടികൾ അദ്ദേഹം ഹമ്പിളായിട്ട് 3 ലക്ഷം റുപ്യയ്ക്ക് അന്നത്തെ കാലത്തൊരു കച്ചേരിക്ക് 2 മണി വന്നിട്ട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് വേറൊന്നും വേണ്ട, കുറച്ച് വെജിറ്റേറിയൻ ഫുഡ് ഉച്ചയ്ക്ക് ബ്രാഹ്മിൻസ് പ്രിപ്പയർ ചെയ്ത് വല്ലതുകൊണ്ട് നന്നായി. ഓ അതെന്താ, അത് കുഞ്ഞിനി ഭാഷയും കൂട്ടിക്കൊണ്ട് പോയിട്ട് കുഞ്ഞിനി ഭാഷ ഇതുപോലെ ഞാൻ പറയാം. എന്നിട്ട് വന്നിട്ട് വൈകുന്നേരം വരെ അവിടെ ഇരുന്നു ബാലമുരളി കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണൻകുട്ടി ഭാഷയെ ഞാൻ വിളിച്ച് സ്വാഗതം പറയാം. കൃഷ്ണൻകുട്ടി ഭാഷ സന്തോഷമായിട്ട് ഓടി വന്ന് ഇംഗ്ലീഷിൽ അസാലായിട്ട് സ്വാഗതം പറഞ്ഞു. പിന്നെ കുട്ടികൾക്ക് കുറേ പാട്ടൊക്കെ ചൊല്ലി കൊടുത്തു. ഇത്ര ഹമ്പിളാണ് അദ്ദേഹം, മരുന്ന് കിട്ടുന്ന ആളല്ല. അങ്ങനെ ഒരു ഇത്. പിന്നെ കുഞ്ഞുണ്ണി മാഷ് ഞങ്ങൾ രണ്ടാളും കൂടി NSS എഞ്ചിനീയറിംഗ് കോളേജിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടാളും ചേർന്നിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഉണ്ണി തരി ഭക്ഷണം ഇവിടുത്തെ എനിക്കിതൊന്നും പറ്റില്ല, തുറന്നുകൊണ്ടൊക്കെ കൊടുത്തില്ല, നമുക്ക് എവിടെ നിന്ന് ഞാൻ ഒരു മാഷെ വഴി ഉണ്ടാക്കി തരാം, എൻ്റെ ഓഫീസിലേക്ക് വരാം, ഞാൻ അവിടെ വർക്ക് ചെയ്യാം TTIയിൽ. എന്നിട്ട് വന്ന് ഭക്ഷണം കൊടുത്ത് സന്തോഷമായി. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം വിളിച്ചു. ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ട്, കുഞ്ഞിനി മാഷ് ഇവിടെ വന്നു, കുഞ്ഞിനി മാഷായിട്ടുള്ള പരിചയം അങ്ങനെ. പിന്നെ പല സാഹിത്യന്മാരും MT ആയിട്ടുള്ള സന്തോഷം പറഞ്ഞതിൽ MT പണ്ട് മുതൽക്കേ അറിയാം. അതായത് MT ഈ നിർമ്മാല്യല്ലേ, അതിലെ ഒരു പനിമതി മുഖി പാലി അനീതിയാണ് പാടിയത്. അത് ശരിക്കും എന്നോട് പാടാനാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷെ രാഘവ മാഷക്ക് അറിയില്ലായിരുന്നു. രാഘവ മാഷ് സുമാരി വന്നപ്പോൾ സുമാരി പാടിക്കോട്ടെ പറഞ്ഞിട്ടതാക്കി. അപ്പം അതിൽ വീണ വായിക്കാൻ എന്നോട് പറഞ്ഞു, ഉണ്ണി വീണ വായിക്കുമല്ലോ, ഇതിലൊരു രംഗമുണ്ട്, ഈ പക്ഷികളൊക്കെ എന്താക്കിയിട്ട് കടകൂചനം ചെയ്തിട്ട് ആലിൻ്റെ ഇല വരയ്ക്കണത് എന്തൊക്കെയോ പറഞ്ഞു. അപ്പം അതിൽ ഈ വീണയിലൊരു താരം പോലെ ഒന്ന് വായിച്ചാൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് വായിച്ചു. MB ശ്രീനിവാസനായിരുന്നു അതിൻ്റെ MBS. അങ്ങനെ അന്ന് മുതൽ തുടങ്ങി. പിന്നെ എന്താ പറയണ്ടേ, ഇടയ്ക്ക് ഇവിടെ കാലിക്കറ്റ് പോകുമ്പോൾ MT വീട്ടിൽ പോകും. MTയുടെ ആദ്യത്തെ ഭാര്യ നല്ല പരിചയമാണ്. ഇതിനിപ്പോൾ രണ്ടാമത്തെ ഭാര്യ സരസ്വതി. അവരായിട്ട് കുറേ സംസാരിക്കും. അതിനിടയ്ക്ക് ഈ ഡോക്ടർ ബാലഗോപാലുണ്ട് അവിടെ ലക്കിടിയിൽ, അദ്ദേഹത്തിനും ഭാര്യ നോവലിസ്റ്റും അറിയാലോ. അപ്പോൾ അവർക്ക് MT ഒന്ന് പരിചയമാണോ എന്ന് കുറേ കാലമായി മോഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഇവിടെ BKN ഇവിടെ BKN ഞാൻ അടുത്തറിയിട്ടോ, സ്നേഹമായിട്ട് അറിയുന്നതാണ്. BKN പിന്നെ ചരമവാർഷികമായിരുന്നു മരിച്ചത്. അപ്പോൾ അതിന് MT വരുന്നുണ്ട്. ഞാൻ ഇപ്പോൾ മാസം പറഞ്ഞു, മാസോട്ട ഇങ്ങനെ ഒരു ഡോക്ടറുണ്ട് അവിടെ, ഡോക്ടർ മിസ്സിസ് അവർ നോവലിസ്റ്റാണ്, ഒന്ന് മാസോട്ട് പോകുമ്പോൾ പടക്കത്തിൽ നമുക്ക് അതിൽ നിന്ന് കയറി പോകാൻ പറ്റും. ഓ എന്നോടൊക്കെ സാധാരണ സംസാരിക്കണമല്ലോ, റിസർവേഷനിലാണ് സംസാരിക്കും, അവിടെ യാതൊരു ഇല്ല. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് അദ്ദേഹം. കൽപ്പിച്ചു കൂട്ടിയിടണം മറ്റുള്ളവരോടൊക്കെ, ശല്യം വല്ലാണ്ടിരിക്കാണ്ടിരിക്കാൻ നമ്മളൊന്നും ഇച്ഛിച്ചിട്ടില്ലല്ലോ ഇവരോട് സംസാരിക്കണം. എന്നിട്ട് അവിടെ പോയി സംസാരിച്ചു. ഇത് മാത്രമല്ല, അവർ നോവൽ എഴുതുന്നപ്പോൾ ആ പുസ്തകം നോക്കി 7 വർഷം. എന്നിട്ട് പറഞ്ഞു, ഇതിലൊരു കാര്യം ചെയ്യാം, ഞാൻ ഇതിലൊരു അവതാരിക എഴുതിത്തരാം. അങ്ങോട്ട് പറയാ ആരാ ചെയ്യാം, ഞാൻ ഇതിലൊരു അവതാരിക എഴുതിത്തരാം. മാത്രമല്ല ഒരു 20,000 റുപ്പീസ് എനിക്ക് എൻ്റെ പ്രസ്സുകാരൻ കാലിക്കറ്റ് കെയർ ബ്രദേഴ്സ് എന്നോ പറഞ്ഞു അവർ തരാണ്ട്, അത് ഇതിലേക്ക് കൊടുക്കാൻ പറയാം. അപ്പൊ നിങ്ങൾ പൈസ ഒന്നും എടുക്കണ്ട, ആ പൈസ എൻ്റെ വകയാണ്, അല്ലെങ്കിൽ എനിക്ക് കിട്ടില്ല. എങ്ങനെയെന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് ഹിന്ദുവായി കുട്ടിയുടെ പേര് ഹിന്ദുവെങ്കിലും കിട്ടുമല്ലോ അവരുടെ ആ പുസ്തകത്തില്. പിന്നെ ഇതായിട്ടുള്ള എപ്പോഴെങ്കിലും മുരളി പറ്റെങ്കിൽ അവിടെ പോയാൽ സന്തോഷമാവട്ടോ ഡോക്ടർക്ക്. ഞാൻ പക്ഷെ പുറത്തേക്ക് ഇറങ്ങില്ലേ, അങ്ങനെ പോയില്ല, അവരൊരു ലജ്ജ എന്തായിട്ടുള്ളതാണ്. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു പിന്നെ അക്കിത്തത്തായിട്ടുള്ള പിന്നെ MT ആയിട്ട് അനിയത്ര കല്യാണത്തിന് അനിയത്തി വന്നിട്ടുണ്ട്. പിന്നെ പല സന്ദർഭങ്ങളിലും MT ഒരുപാട് സന്ദർഭങ്ങളിൽ MT വന്നിട്ടുണ്ട്. പറയാൻ വയ്യ അത്രയ്ക്ക്. പിന്നെ എൻ്റെ ഈ നാഷണൽ അവാർഡ് കിട്ടിയിട്ട് എനിക്കിവിടെ സ്വീകരണം തന്നു മണ്ണൂര്. അന്ന് MTയുടെ ഇവരാരോ പോയി പറഞ്ഞു ഞാൻ ഫുൾ ടൈം അവിടെ ഉണ്ടാവും, ഞാൻ വരുന്നുണ്ട്, നിങ്ങൾ കാറൊന്നും കൊടുത്തേക്കണ്ട, ഞാൻ വന്നോളാം. അപ്പോൾ ഇവരോട് ഞാൻ പറഞ്ഞു അത് പറ്റില്ല, അദ്ദേഹം വലിയൊരു മനുഷ്യനാണ്, നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഇതാക്കാം. അദ്ദേഹം ഇവിടെ വന്നു, വൈകുന്നേരം വരെ ഇവിടെ ഇരുന്നു, സന്തോഷമായിട്ട് പോയി. പിന്നെ പത്തിരിപ്പാല സ്കൂളിൽ പണ്ട് ഒരു കൊല്ലം
27ാമത് യൂത്ത് ഫെസ്റ്റിവൽ നടന്നു പാലക്കാട് ജില്ല. അപ്പോൾ MT പ്രസംഗിക്കാൻ വിളിച്ചു. ഞാൻ തന്നെ പോയത്. ഒന്ന് വരുമോ ചോദിച്ചു. അപ്പോൾ വരാം, തീർച്ചയായിട്ടും വരാം. ആദ്യം അങ്ങനെ പോണ ആളുമല്ലേ, അങ്ങനെ വരാമെന്ന് പറഞ്ഞു. എന്നിട്ട് വന്നിട്ട് രാത്രി വീട്ടിൽ കൂടിയിട്ട് അച്ഛനൊക്കെ ആയിട്ട് കുറേ സംസാരിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ പാടത്ത് കൂടെയൊക്കെ കുറേ നടന്ന് സന്തോഷമായിട്ട് അങ്ങനെ. എൻ്റെ പ്ലാപ്പറ്റ ഞാൻ പഠിച്ച സ്കൂളിൽ 5ാം ക്ലാസ് വരെ അവർക്കൊരു മോഹം MT കൊണ്ടുവരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ, അപ്പോൾ എനിക്ക് കുറച്ചൊരു ദേഹസുഖമില്ല, എന്നാലും ഉണ്ണി പറഞ്ഞല്ലേ വരാം എന്ന് വന്നിട്ട് അവിടെയും സന്തോഷമായിട്ട് വരും. അതുപോലെ തന്നെ കേട്ടോ സുഹാർ അഴീക്കോടും വളരെ അടുത്ത ബന്ധമാണ്. സുഹാർ അഴീക്കോടും പടത്തിലേക്ക് വന്നിട്ടില്ല ഒരിക്കല്, രാമാനന്ദാശ്രമത്തിലേക്ക്. ഞാൻ പറഞ്ഞു ഇവിടെ ഞങ്ങളുടെ ഒരു ആശ്രമമുണ്ട്, അപ്പോൾ ആശ്രമത്തിൻ്റെ എന്തോ 75ാം വർഷമോ അതിന് മാഷൊന്ന് വരണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ എനിക്ക് ഒരു കാര്യം ചെയ്തു തരുമോ ചോദിച്ചു. എന്താ ചോദിച്ചപ്പോൾ ഈ രാമായണത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള വരികളാണ്. വാണിയിടുവാൻ ആരതം എന്നോട് നാവുതന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദാത്മികേ നാണമിന്നിയെ മുതൽ നാവിന്മേൽ നടനം ചെയ്യുക ഏണാങ്കാരനെ യഥാ കാരനെ അധികം വരും. ആ ഒരു വരികളല്ല, അതൊന്നും ചരിത്രം ഏറ്റവും ഇഷ്ടമായിട്ടുള്ള വരികളാണ്. എന്നിട്ട് ഇവിടെ വന്നു. പ്ലാപ്പറ്റ സ്കൂളിൽ വന്നു. പ്ലാപ്പറ്റ സ്കൂളിൽ ആദ്യം വിളിച്ചപ്പോൾ വന്നില്ല. എനിക്കന്ന് 3-4 പരിപാടി ഉണ്ട്. അപ്പോൾ വരാൻ പറ്റില്ല, ക്ഷീണമാണ്, അദ്ദേഹം തോന്നില്ല. അന്നേരം എന്നെ കൊണ്ട് വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞു അയ്യോ അദ്ദേഹത്തിനെ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ തോന്നില്ല, ഈ ഫ്രണ്ട്ഷിപ്പ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പാടില്ലല്ലോ, അല്ല ഒന്ന് വിളിച്ചാൽ. എന്നിട്ട് ഞാൻ വിളിച്ചു. അപ്പോൾ വിളിച്ചില്ല. ഞാൻ പറഞ്ഞു ഞാൻ ഒരു എഴുത്ത് തരാം, വിളിക്കാൻ വിഷമമുണ്ട്, അതാണ് ഒരു എഴുത്ത് കൊണ്ടുവിടുന്നു. അപ്പോൾ വരാം തോന്നുന്നു. എന്നിട്ട് വന്നിട്ട് 4ാമത്തെ മീറ്റിംഗാണ്. എന്നിട്ട് കുറേ വർത്തമാനം പറഞ്ഞായിട്ടാണ് പോയത്. പിന്നെ അക്കിത്തായിട്ടുള്ള പരിചയം, അക്കിത്തം ബന്ധു കൂടിയാണ്. അച്ഛൻ്റെ അച്ഛൻ്റെ സിസ്റ്റർ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു നമ്പൂരി ഫാമിലിയാണ്. അവരുമായിട്ട് അടുത്ത ബന്ധമാണ് ഈ അക്കിത്തത്തിൻ്റെ അടുത്ത കുടുംബം. പുരബന്ധം അത്ര ബന്ധം. അങ്ങനെ എങ്ങനെയോ പരിചയപ്പെട്ട അറിയില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ അത് ഉണ്ണിയുടെ ചെല്ലണം പറഞ്ഞു. തീർച്ചയായിട്ടും വേറെ ആരും ചെല്ലണ്ട, താനൊരു സാഹിത്യകാരനും കൂടിയാണ് അങ്ങനെ പറയും. അങ്ങനെ പറഞ്ഞ് അങ്ങനെ കവിതയൊക്കെ ചെല്ലാൻ. അതെ അതെ അതെ. റേഡിയോയില് കോഴിക്കോട് റേഡിയോയിൽ പിരിഞ്ഞാൽ നാളെ ഈ രാവിലെ അവിടുത്തെ ഒരു പ്രോഗ്രാം അനീതി പറയേ മാലിന്യം വിളിച്ച് പറയേ അക്കിത്തം കവിത വന്നിട്ടായിരുന്നു. അങ്ങനെ സാഹിത്യകാരന്മാരായിട്ടുള്ള ബന്ധങ്ങൾ ഇങ്ങനെ കുറേ അങ്ങനെ. പിന്നെ രാമായണ മാസകാലത്തെ പുണ്യേട്ടൻ ഈ പിന്നെ പങ്ക്തി, രാമായണ പങ്ക്തി അത് ആർട്ടിക്കിളായിട്ട് എഴുതിയിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്, ചെയ്യാറുണ്ട്. നന്നായിട്ട് ഇതിഹാസങ്ങളെ പഠിക്കുകയും. രാമായണ പാരായണം ഉണ്ടായിരുന്നു. പിന്നെ എന്ത് പറ്റിച്ചാൽ ഇതിലൊക്കെ ഒരു ഗന്ധമില്ലാത്ത ചില ജാതികൾ ഇവിടെ വന്ന് ചേരുമല്ലോ. അപ്പോൾ NT കാവാല ശ്രീകുമാരൻ്റെയും കുറേ കാവാല ശ്രീകുമാരൻ ഞാനും കുറേ മാറി വായിച്ചിട്ടുണ്ടായിരുന്നു. LSലായി വായിക്കണ്ടാവാണ്. അത് ഏതോ ഒരു ചങ്ങാതി ഒരു ഉദ്യോഗസ്ഥൻ വന്നിട്ട് കൃഷി ദർശനത്തിന് ഇത് മുഴുവൻ കൂടെ എറേസ് ചെയ്തു. അത് ടൈപ്പാണല്ലോ, ഈ ഫുൾ ടൈപ്പാണ്. ഇപ്പം പറ്റില്ല. അപ്പൊ ഈ കൃഷി ദർശനത്തിന് ടൈപ്പ് വേണം. ഏതോ ഒന്നുകൊണ്ട് എടുത്തു. അവനപ്പോൾ ഇത് രാമായണം വെച്ചൊന്നും ഇല്ലല്ലോ. എന്നിട്ട് എന്നോട് എൻ്റെ ഇപ്പോഴത്തെ ആൾ പറഞ്ഞത് ഇതാണ് പറ്റിയേ, ഞങ്ങൾ എന്താ ചെയ്യണത്, വല്ലാത്തൊരു സങ്കടം, നീ വന്ന് വായിച്ചു തരണമെന്നോ. അവന് കൃഷി ദർശനമാണ് അതിനൊക്കെ മീതെ, രാമായണം ഒന്നും അവന് അറിയണില്ല. ഏതോ കുറേ എണ്ണത്തെ ഒന്നും എടുത്തു, അതെടുത്തിട്ട് കൃഷി ദർശനത്തിന് കൊടുത്തു. അതാണ് നമ്മുടെ അക്ഷരമലരുകൾ കലാസാഹിത്യ സാംസ്കാരിക വേദിക്ക് വേണ്ടി ഉണ്ണിയേട്ടൻ്റെ പ്രസിദ്ധമായ രാധിക കൃഷ്ണയിലെ ഒരു 4-5 വരികളാണ്. രാധിക കൃഷ്ണ രാധിക എന്നത് മോഹിനിയാട്ടം എന്ന ചലച്ചിത്രത്തിൽ ഞാൻ പാടിയതാണ്. ഇതിൻ്റെ സംഗീതം സംവിധാനം ചെയ്തിട്ടുള്ളത് പ്രശസ്ത സംഗീത സംവിധായകൻ G. ദേവരാജൻ മാസ്റ്ററാണ്. ഇത് രചിച്ചത് ജയദേവരാണ്. ജയദേവരുടെ അഷ്ടപതിരെ ഒരു ഭാഗമാണത് രാധിക കൃഷ്ണ. ദർബാരി കന്നഡ എന്ന ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ രാഗത്തിലാണ് ട്യൂൺ ചെയ്തിട്ടുള്ളത്. അത് പാടാം. രാധിക കൃഷ്ണ 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 രാധിക കൃഷ്ണ രാധിക തവ വിരഹേ
കേശവ രാധിക കൃഷ്ണ രാധിക തവ വിരഹേ കേശവ സരസമസൃണമപി മലയജ പൽഗം പശ്യതി വിഷമിവ വപുഷി സശങ്കം സരസമസൃണമപി മലയജ പൽഗം പശ്യതി വിഷമിവ വപുഷി സശങ്കം രാധിക കൃഷ്ണ രാധിക ശ്വസിത പവനമനുപമ പരിണാമൗ ശ്വസിത പവനമനുപമ പരിണാഹൗ മദനദഹനമിവ വഹതി സദാഹൗ ദിശി ദിശി കീരതി സജലകണ ജാലൗ ദിശി ദിശി കീരതി സജല കണജാലൗ നയന നളിന വിവ വിഗലിത നാളം രാധിക കൃഷ്ണ രാധിക തവ വിരഹേ കേശവ സരസമസൃണമപി മലയജ പൽഗം പശ്യതി വിഷമിവ വപുഷി സശങ്കം രാധിക കൃഷ്ണ രാധിക കൃഷ്ണ രാധിക രാധിക കൃഷ്ണ കൃഷ്ണ രാധിക ഈ പ്രായത്തിലും ഈ ശബ്ദത്തിൽ ഇത്രയും തെളിമയോടെ കാത്തു സൂക്ഷിക്കുന്നതിൻ്റെ രഹസ്യം എന്താണ് ചേട്ടാ? ഈശ്വരൻ്റെ അനുഗ്രഹം തന്നെ. നമ്മൾ ഗുരുനാഥന്മാരുടെയും ഗുരുനാഥൻ നമ്മുടെ ആരുമില്ല, ഒന്നുമില്ല. പുതുതലമുറയിലെ സംഗീത വിദ്യാർത്ഥികളോടും സംഗീത സ്നേഹികളോടും ഉണ്ണിയേട്ടന് പറയുവാനുള്ളത് എന്താ? എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത് ഒരു ദൈവീക കലയാണ്. അപ്പോൾ ഒരു MSc അല്ലെങ്കിൽ BSc BA എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അധ്വാനം കൊണ്ടൊക്കെ കുറേ പാസ്സാവുകയും എന്തൊക്കെയൊക്കെ കിട്ടും. പക്ഷേ ഈ ഫൈൻ ആർട്സ് ഉണ്ടല്ലോ, ഈ നൃത്തം, സംഗീതം, ചിത്രം അല്ലെങ്കിൽ കവിത, സാഹിത്യം, ഇതൊക്കെ പറയാം. ഈ സർഗാത്മകമായിട്ടുള്ള ഈ ഭാഗങ്ങളാണത്. അത് ഈശ്വരൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ കിട്ടൂ, ജന്മനാ കിട്ടണം. അപ്പോൾ പാട്ട് തീരെ എന്താ പറയണ്ടേ, വാസനയില്ലാത്ത ഒരാളെ എത്ര അധ്വാനിച്ചാലും പാട്ട് പഠിപ്പിക്കാൻ പറ്റില്ല. എല്ലാ കലകളും അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങളത് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ആ കലകൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിനെ ഈശ്വരനെ സമർപ്പിച്ച്, ഗുരുനാഥനെ സമർപ്പിച്ച്, ഗുരുനാഥൻ ഇതിൽ ഏറ്റവും, ഗുരുനാഥൻ ഈശ്വരനെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഈശ്വരനേക്കാളും ചിലപ്പോൾ ഒരുപടി മീതേന്ന് കൂടി പറഞ്ഞാൽ തെറ്റില്ല, ഈശ്വരന് ഇഷ്ടമായി എന്നുണ്ടാവില്ല. അങ്ങനെ സമർപ്പണ ബുദ്ധിയോട് കൂടിയിട്ട് ഇതിനെ സമീപിക്കണം. അല്ലാണ്ട് കേവലം കച്ചവടത്തിന് വേണ്ടിയിട്ട് മാത്രം ഇതിനെ ഒരുക്കരുത്. ഇപ്പോൾ കച്ചേരിക്ക് പോയാൽ നമുക്ക് ഫീസ് കിട്ടണം. പക്ഷെ അത് കിട്ടാൻ വേണ്ടിയിട്ട് വേറൊരു ആർട്ടിസ്റ്റിനെ പാര വെച്ചിട്ട് ആ കച്ചേരി മേടിക്കണം. അങ്ങനത്തെ പല സംഭവങ്ങളുണ്ട്. നല്ലതായിട്ട് ശുദ്ധനായിട്ട് ഒരാളായിരിക്കും, അയാൾക്ക് കിട്ടേണ്ട കച്ചേരി ആയിരിക്കും. അത് വേറെ സംഘാടകരെ കുറിച്ച് പറഞ്ഞിട്ട് പൈസ, അങ്ങനെയൊക്കെയുള്ള എല്ലാവരും ആണെന്നല്ല പറഞ്ഞത്. അങ്ങനത്തെ ഒരു ട്രെൻഡ് പല ദിക്കിലും നടക്കുന്നുണ്ട്. അതൊന്നും ഇല്ലാണ്ട് ശുദ്ധ മനസ്സായിട്ട് സാധകം ചെയ്യാം, പ്രാക്ടീസ്. ഈ വാസന ഉണ്ടെങ്കിൽ ദൈവം തന്നിട്ടുള്ള സംഗീതം പോഷിപ്പിക്കാൻ നമുക്ക് സാധകം ചെയ്യാൻ പറ്റില്ല.
അത് മരണം വരെ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 10 ദിവസം സാധനം ചെയ്ത് രവിശങ്കർ പറഞ്ഞു, പണ്ഡിറ്റ് രവിശങ്കറില്ലേ, അദ്ദേഹം എനിക്കൊരു രാഗം പറഞ്ഞതുണ്ട്. പണ്ഡിറ്റ് രവിശങ്കർ കലാമണ്ഡലത്തിൽ വെച്ചിട്ട് ഗംഗേശ്വരി പറഞ്ഞിട്ട് പറയാൻ സമയമില്ല. അതാണ് ഒരുപാട് അദ്ദേഹം വേൾഡ് ഫേമസ് ആയിട്ടുള്ള സിത്താരിസ്റ്റാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, 1 മ്യൂസിക്കൽ നോട്ട് വിൽ ഡു ഫോർ ദ ഹോൾ ലൈഫ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ് 1 മ്യൂസിക്കൽ നോട്ട് വിൽ ഡു ഫോർ ദ ഹോൾ ലൈഫ്. ജീവിതം മുഴുവനും നമുക്ക് ആലോചിച്ചാലും അപ്പുറം പിന്നെയും എന്തൊക്കെയോ നിർവചനങ്ങൾ ബാക്കി നിൽക്കുന്നത് ഒരു സംഗീതത്തിൻ്റെ സ്വരം, ഷഡ്ജോ ഷവോ ഏതെങ്കിലും ഒന്ന്. അപ്പോൾ സംഗീതം മൊത്തത്തിൽ എവിടെ എത്തും, നമുക്ക് എന്തൊക്കെ എത്ര ജന്മങ്ങൾ ചെയ്താലും ആവില്ലല്ലോ. അപ്പോൾ അതിലേക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഇതിൽ പറഞ്ഞില്ലേ പെർഫെക്ഷൻ, പറഞ്ഞ പെർഫെക്ഷൻ ഇല്ല. പെർഫെക്ഷൻ നമുക്ക് മനുഷ്യനായില്ല, അത് ഈശ്വരന് മാത്രമേ കിട്ടൂ. പക്ഷേ ആ പെർഫെക്ഷനിലേക്ക് എത്താനുള്ള ചെറിയ പടിപടിയായിട്ട് നമുക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ ഉണ്ടാക്കണം. അത് ഗുരു സമർപ്പണമായിട്ടും ഈശ്വര സമർപ്പണമായിട്ടും. ഗുരുത്വം ഉണ്ടെങ്കിലും ഈശ്വരാധീനം ഉണ്ടെങ്കിലും ഇത് രണ്ടും ഇൻ്റർലിങ്ക്ഡാണ്. ഈശ്വരാധീനം ഉണ്ടെങ്കിലേ ഗുരുത്വം ഉണ്ടാവും, ഗുരുത്വം ഉണ്ടെങ്കിൽ ഈശ്വരാധീനം നാച്ചുറലായിട്ടുണ്ടാവും. ഇത് രണ്ടും കൂടി ചേർത്ത് മനസ്സ് വളരെ ശുദ്ധമാക്കി എല്ലാവരെയും സ്നേഹിച്ച് ഇന്നസെൻസ് മനസ്സ്, അതാണ് ഏറ്റവും മുഖ്യം. ഈശ്വരനെ ഏറ്റവും ഇഷ്ടമായിട്ടുള്ള അതാണ്. കാരണം അമ്പലത്തിൽ പോയിട്ട് കുറേ നമ്മൾ വഴിപാട് ചെയ്തു, മനസ്സ് വേറെ തരത്തിലാ അതിൻ്റെ ഗുണമില്ല. മനസ്സിൻ്റെ നിഷ്കളങ്കത, നൈർമല്യം, അത് പ്രസംഗത്തിൽ മാത്രം പോരാ, നമ്മുടെ ഉള്ളിൽ അത് ഉണ്ടാവണം. അങ്ങനെയായിട്ട് ഇത്തരത്തിലുള്ള കലകളെ ഈശ്വരനെ സമർപ്പിച്ച്, ഈശ്വരനെ വിശ്വസിച്ച്, ഗുരുവിനെ വിശ്വസിച്ചിട്ട് എല്ലാവർക്കും ഞാൻ എൻ്റെ ഈ സംഗീതം, എനിക്ക് തീരെ കിട്ടിയിട്ടുള്ള സംഗീതം ലോക നന്മയ്ക്കായിട്ട് ലോകാ സമസ്ത സുഖിനോ ഭവന്തു സമർപ്പിക്കുന്നു എന്ന ആറ്റിറ്റ്യൂഡിൽ നമ്മൾ പാടിക്കൊണ്ട് നടക്കണം. അതാണ് ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ളത്. അവരെല്ലാവരും ചെയ്യുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതല്ലാണ്ട് വല്ലവരും ട്രെൻഡ് മാറി പോകുമ്പോൾ അവരോട് കൂടി പറയണമെന്ന് വിചാരിച്ചാൽ മതി, അത്രയേ ഉള്ളൂ. അങ്ങനെ ലോകത്തിന് അങ്ങനെയാണെങ്കിൽ നന്മ വരും. ഈ കലാപങ്ങളൊക്കെ ഒരു പരിധി വരെ ഇല്ലാണ്ടാക്കാൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അക്ഷരമലരുകൾ കലാസാഹിത്യ സാംസ്കാരിക വേദിക്ക് വേണ്ടി ഇത്രയും നേരം ഉണ്ണിയേട്ടൻ്റെ വിലയേറിയ സമയം അനുഭവിച്ചു തന്നതിന് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. എൻ്റെ നമസ്കാരം, നന്ദി. ഒരുപാട് പുരസ്കാരങ്ങൾ ഇനിയും ഉണ്ണിയേട്ടനെ തേടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരുടെ പ്രാർത്ഥനയും വേണം. അതാണ് ആ പ്രാർത്ഥന കൊണ്ടാണ് ഞങ്ങളൊക്കെ ജീവിക്കുന്നത്. അതോടൊപ്പം ഉണ്ണിയേട്ടന് കുടുംബത്തിനും ആയുസ്സും ആരോഗ്യവും എന്നും ജഗദീശ്വരൻ നൽകുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. സന്തോഷം. നന്ദി. നമസ്കാരം.